بسم الله الرحمن الرحيم الذين يستمعون القول فيتبعون أحسنه أولئك الذين هداهم الله وأولئك هم أولو الألباب. വചനങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുകയും നല്ലത് പിൻപറ്റുകയും ചെയ്യുന്ന എന്റെ ദാസന്മാർക്ക് നീ സന്തോഷവാർത്ത അറിയിക്കുക. അവർക്കാകുന്നു അള്ളാഹു മാർഗദർശനം നൽകിയിരിക്കുന്നത്. അവർ തന്നെയാകുന്നു ബുദ്ധിമാന്മാർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. നമസ്കാരം എങ്ങനെ ആസ്വാദ്യകരമാക്കാം എന്നതാണ് നമ്മുടെ വിഷയം. ഒരു പക്ഷേ ആദ്യമായിട്ടായിരിക്കാം നമസ്കാരത്തെക്കുറിച്ചുള്ള ഇങ്ങനത്തെ ഒരു ടൈറ്റിൽ കേൾക്കുന്നത്. നമസ്കാരം എങ്ങനെ ഭക്തിപൂർവ്വം നിർവഹിക്കാം, അല്ലെങ്കിൽ നമസ്കാരം മനസ്സാന്നിധ്യത്തോടു കൂടി എങ്ങനെ നിർവഹിക്കാം എന്നൊക്കെ ഒരു പക്ഷേ കേട്ടിട്ടുണ്ടാകാം. എന്നാൽ ആസ്വാദ്യകരമായി എങ്ങനെ നിർവഹിക്കാം എന്നത് ചിലപ്പോൾ ഒരു പൊതു വിഷയമായിരിക്കാം. അതിനാൽ ആ വിഷയത്തെക്കുറിച്ച് ആദ്യം നമ്മൾ ചർച്ച ചെയ്യും. എന്താണ് ആസ്വാദ്യകരമാക്കുക എന്ന് പറഞ്ഞാൽ, അങ്ങനെ ആസ്വാദ്യകരമാക്കാൻ പറ്റുന്നൊരു വസ്തുവാണോ നമസ്കാരം? അതിനു മുന്നേ നമ്മളൊക്കെ നമസ്കരിക്കുന്നവരാണല്ലോ, നാം എല്ലാവരും നമസ്കരിക്കുന്നവരാണ്. എന്താണ് യഥാർത്ഥത്തിൽ അല്ലാഹു തആല നമസ്കരിക്കുന്ന നമ്മിൽ നിന്ന് നമ്മുടെ നമസ്കാരം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തായിരിക്കണം എന്ന് ഏതെങ്കിലും ഒരു സമയത്ത് നമ്മൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? അതല്ല, നമ്മളിപ്പോൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന അതേ രൂപത്തിൽ തന്നെ ഒരു ഫിസിക്കൽ എക്സസൈസ് പോലെ മുന്നോട്ട് കൊണ്ടുപോകലായിരിക്കുമോ നമസ്കാരം? അതല്ല വേറെ ഇതിൻ്റെ അപ്പുറം ഒരു വലിയ ലക്ഷ്യം, സ്വർഗം തരൽ അല്ല, സ്വർഗത്തിലേക്ക് പ്രവേശിക്കലല്ല, അതല്ലാതെ വേറെ എന്തെങ്കിലും ലക്ഷ്യം അല്ലാഹു തആല ഈ നമസ്കാരം കൊണ്ട് കണ്ടിട്ടുണ്ടാകുമോ എന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? പരിശുദ്ധ ഖുർആനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ചര്യയൊക്കെ നോക്കുമ്പോൾ നാം ഇപ്പോൾ നമസ്കരിക്കുന്ന നമസ്കാരമല്ല നമ്മളിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് പൂർണ്ണമായും ബോധ്യമാകും. സൂറത്തുൽ മആരിജിലെ ഒരായത്ത് പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങുകയാണ്. മനുഷ്യൻ്റെ ജീവിതം, ഇന്നത്തെ നമ്മുടെ ജീവിതം ടെൻഷൻ നിറഞ്ഞ ജീവിതമാണ്. നമ്മുടെ എല്ലാവരും, ആരും ടെൻഷനിൽ നിന്ന് ഒഴിവല്ല. പലരും പല വിധത്തിലുള്ള ടെൻഷനുകൾ, ഓരോരുത്തരുടെയും മേഖലകൾ വ്യത്യാസമാണെന്ന് മാത്രം. അതിനാൽ തന്നെ ഇന്ന് കള്ളസ്വാമിമാർ അല്ലെങ്കിൽ കള്ളമല്ലാത്ത സ്വാമിമാർ, അവർക്കൊക്കെ മുതലെടുക്കാൻ പറ്റുന്നൊരവസരമാണ്
ടെൻഷൻ ഫ്രീ ലൈഫ് എന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യർക്ക് ശാന്തിയും സമാധാനവും കിട്ടാൻ വേണ്ടിയുള്ള ഓരോരോ പ്രൊജക്റ്റുകളുമായിട്ട് ആളുകൾ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പലപ്പോഴും പുറത്ത് പരസ്യങ്ങളിലൂടെ ടെൻഷൻ ഇല്ലാതാക്കാൻ പറ്റുന്ന ചില എക്സസൈസുകൾ അല്ലെങ്കിൽ ചില യോഗ അഭ്യാസങ്ങൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് സ്വാമിമാർ ഇറങ്ങിയിട്ടുണ്ട്. ഒരു പക്ഷേ നമ്മൾ അതിനെക്കുറിച്ചൊക്കെ നോക്കുകയാണെങ്കിൽ ഒരുപാട് മുസ്ലിങ്ങൾ പോലും ആ ടെൻഷൻ ഫ്രീ ലൈഫ്, അതായത് ടെൻഷനില്ലാത്ത സമാധാനപൂർണമായ ഒരു ജീവിതം തേടിക്കൊണ്ട് പോകുന്നതായിട്ട് നമുക്ക് കാണാം. ഞാനൊക്കെ കണ്ടിട്ടുണ്ട്. ഞാനുമായിട്ട് ഒരാൾ സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു അദ്ദേഹം ഈ കോഴ്സിന് പോകുന്ന ഒരാളാണ് എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് ഒരുപാട് സമാധാനം കിട്ടുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ മനുഷ്യൻ്റെ ജീവിതം ഇന്ന് കലുഷിതമാണ്. മാനസികമായി അവൻ ടെൻഷനിലാണ്, പ്രയാസത്തിലാണ്. ഈ അവസ്ഥ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. സൂറത്തുൽ മആരിജിൽ ഇന്നൽ ഇൻസാന ഖുലിക ഹലൂഅ, മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് തന്നെ ഹലൂ ആയിട്ടാണ്, അക്ഷമൻ ആയിട്ടാണ്. അവൻ എന്ത് കണ്ടാലും ടെൻഷൻ അടിക്കും. അതാണ് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് അങ്ങനെയാണ്. അവൻ ഹലൂ ആണ്, അക്ഷമനാണ്. എങ്ങനെയാണ് മനുഷ്യന് അക്ഷമനാകാൻ പറ്റുക? എങ്ങനെയാണ് മനുഷ്യൻ്റെ അക്ഷമത എങ്ങനെയാണ് അത് കാണിക്കുക? അതിന് പരിശുദ്ധ ഖുർആൻ തന്നെ ആ ആയത്തിന് ശേഷം വിശദീകരിക്കുകയാണ്. അല്ലാഹു തആല വിശദീകരിക്കുകയാണ്. എന്ത്? ഇദാ മസ്സഹു ശർറു, മനുഷ്യന് ഒരു ആപത്ത് വന്നാൽ, ഒരു ഷെറ് വന്നാൽ, ഷെറ് എന്ന് പറഞ്ഞാൽ ആക്സിഡന്റ് തന്നെ ആയിക്കൊള്ളണമെന്നൊന്നുമില്ല കേട്ടോ. എന്തും മനുഷ്യൻ ആഗ്രഹിക്കാത്ത, ഇഷ്ടപ്പെടാത്ത ഒരു വസ്തു, ഒരു സംഗതി അവൻ്റെ ജീവിതത്തിൽ സംഭവിച്ചാൽ ജസൂഅ, അവൻ പരിഭ്രാന്തനാകും. പെട്ടെന്ന് ഒരു ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുടെ ബിസിനസ്സിൽ വലിയ ഒരു തകർച്ച സംഭവിച്ചു എന്ന് കരുതാം. അദ്ദേഹത്തിൻ്റെ കോടിക്കണക്കിന് ആസ്തികളും കോടിക്കണക്കിന് ബിസിനസ്സുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് പെട്ടെന്ന് നഷ്ടത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ മനുഷ്യൻ ജസു ആകൂലേ? ആ മനുഷ്യൻ ഇദാ മസ്സഹു ശർറു ജസൂഅ, തൻ്റെ ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ തൻ്റെ വീട്ടിലെ ചില ആളുകൾ മരണപ്പെട്ടു പോവുക, മനുഷ്യൻ ജസു ആവും. മനുഷ്യൻ എന്തായി മാറും? പരിഭ്രാന്തനായി മാറും. പരിഭ്രാന്തി മനുഷ്യ സൃഷ്ടിപ്പിൽ പറഞ്ഞിട്ടുള്ളതാണ്. എന്നാൽ നേരെ മറിച്ചൊരു കാര്യവുമുണ്ട്. വഇദാ മസ്സഹുൽ ഖൈറു, അവന് നന്മ ബാധിച്ചാൽ എന്ത് സംഭവിക്കും? അവനത് തടഞ്ഞു വെക്കും. ആരോടും പറയുകയുമില്ല, ആരുമായും ഷെയർ ചെയ്യുകയില്ല. ഖൈർ കിട്ടിയാൽ ഷെയർ ചെയ്യൂല, തിന്മ കിട്ടിയാലോ ഷെറ് കിട്ടിയാലോ അവൻ പരിഭ്രാന്തനായിട്ട് നടക്കും. ഇതാണ് മനുഷ്യന്മാരുടെ മൊത്തത്തിലുള്ള ഇന്നത്തെ അവസ്ഥ. നിങ്ങൾ ഓരോരുത്തരെ എടുത്ത് പരിശോധിച്ച് നോക്കിക്കോ, നിങ്ങളുടെ ചുറ്റുഭാഗമുള്ള ആളുകളെക്കുറിച്ച്. ഇപ്പോൾ തൽക്കാലം നിങ്ങളെക്കുറിച്ച് നോക്കണ്ട, നിങ്ങൾ അങ്ങനെയാണോ എന്ന് നോക്കണ്ട, ചുറ്റുഭാഗമുള്ള ആളുകളെ കുറിച്ചിട്ടൊന്ന് നോക്കുക. ഇങ്ങനെയായിരിക്കും മനുഷ്യന്മാർ. നമ്മളൊന്ന് റോട്ടിലേക്ക് ജനൽ തുറന്നിട്ട് റോട്ടിലേക്ക് നോക്കിയാൽ 4 ഭാഗവും ജനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് കാണാം. ജനങ്ങൾ മുഴുവനും ഒന്നുകിൽ ജസു ആണ്, പരിഭ്രാന്തരായിട്ടാണ് അങ്ങോട്ട് പോണത്. പിന്നെ മനു ആണ്, സംഗതികൾ കുറേ എണ്ണം പിടിച്ചു വെക്കുക, തടഞ്ഞു വെക്കുകയാണ്, കാണിച്ചു കൊടുക്കുന്നില്ല, ഷെയർ ചെയ്യുന്നില്ല. അല്ലാഹു തആല ആയത്ത് അവിടെ നിന്ന് അവസാനിപ്പിച്ചിട്ടില്ല. ഇല്ലൽ മുസല്ലീൻ, നമസ്കരിക്കുന്നവരൊഴിച്ച്. അവർക്ക് ഈ സ്വഭാവം ഉണ്ടാവില്ല. ആർക്ക്? നമസ്കരിക്കുന്നവർക്ക് ഈ പറഞ്ഞ പരിഭ്രാന്തി, ഈ പറഞ്ഞ മനു ആയ അവസ്ഥ, ഷെയർ ചെയ്യുന്ന അവസ്ഥ, ഷെയർ ചെയ്യാത്ത അവസ്ഥ നമസ്കരിക്കുന്നവർക്ക് ഉണ്ടാവില്ല. ഉണ്ടോ? നമ്മൾ നമസ്കരിക്കുന്നവരാണല്ലോ. പരിഭ്രാന്തി ഉണ്ടോ? ഇപ്പോൾ പരിഭ്രാന്തരാകാറുണ്ടോ? പല ഷെറുകൾ വരുമ്പോൾ അക്ഷമനായിട്ട് ആകെ പിടിച്ചാൽ കിട്ടാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ എത്താറുണ്ടോ? ഉണ്ട് എങ്കിൽ നമസ്കാരം നാം യഥാർത്ഥ രൂപത്തിലേക്ക് എത്തിയിട്ടില്ല. അതാണ് നമ്മിൽ നിന്ന് ആഗ്രഹിച്ചിട്ടുള്ള, നമ്മിൽ നിന്ന് അല്ലാഹു തആല പ്രതീക്ഷിക്കുന്ന നമസ്കാരം. ആ നമസ്കാരത്തിൻ്റെ ക്വാളിറ്റിയിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല. നമസ്കരിക്കുന്നുണ്ട് എന്നുള്ളത് ശരിയാണ്, നമ്മുടെ ബാധ്യതകൾ നമ്മൾ നിർവഹിക്കുന്നുണ്ട് എന്നുള്ളത് ശരി തന്നെയാണ്. പക്ഷേ അല്ലാഹു തആല എന്താണോ നമസ്കാരം കൊണ്ട് ഉദ്ദേശിച്ചത് അത് നടക്കുന്നില്ല.
അത് നടക്കുന്നുണ്ടെങ്കിൽ നാം വളരെ സമാധാനത്തിൽ നടക്കുന്ന മനുഷ്യന്മാരായിരിക്കും. ഒരു സംഗതികളും ഒരു പ്രശ്നങ്ങളും നമ്മളെ ബാധിക്കാതെ നമ്മൾ ഒഴുകുകയായിരിക്കും. അല്ലല്ലോ. ഇനി രണ്ടാമത്തെ ഒരു ആയത്ത് നോക്കാം. ഇന്നസ്വലാത്ത വഅഖിമിസ്സലാത്ത ഇന്നസ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. ഇന്നസ്വലാത്ത് തീർച്ചയായിട്ടും നമസ്കാരം, തൻഹ ആ നമസ്കാരം വിലക്കും. നമസ്കാരം എന്ന നാം ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഇബാദത്ത് അത് സ്വന്തം അതെന്ത് ചെയ്യും? നമ്മെ വിലക്കും, നമ്മെ തടഞ്ഞു നിർത്തും. മിനൽ ഫഹ്ശാഇ വൽ മുൻകർ, ഫഹ്ശ മ്ലേച്ഛമായ കാര്യങ്ങളിൽ നിന്നും, വൽ മുൻകർ വെറുക്കപ്പെട്ട കാര്യങ്ങളിൽ നിന്നും. വെറുക്കപ്പെട്ടതും മ്ലേച്ഛവുമായ എല്ലാ കാര്യങ്ങളിൽ നിന്നും നമ്മെ ഇങ്ങനെ പിടിച്ചു വലിക്കും. നമ്മൾ അങ്ങോട്ടേക്ക് ചാടാൻ പോകുമ്പോൾ കയറിട്ടിട്ട് പിടിച്ചു വലിക്കും. എന്ത്? നരകത്തെക്കുറിച്ചുള്ള പേടിയല്ല. എന്താ? നമസ്കാരം. അങ്ങനെയാണോ? ആണോ? ഇനി നമ്മൾ പുറത്തേക്കുള്ള ആളുകളിലേക്ക് നോക്കണ്ട, നമ്മിലേക്ക് നോക്കുക. നമ്മൾ നമസ്കരിക്കുന്നവരാണല്ലോ. നാം ഇത്ര നാൾ നമസ്കരിച്ചില്ലേ? 10-30 വർഷത്തോളം, 20 വർഷത്തോളം, 40 വർഷത്തോളം നമസ്കരിച്ച്. നമസ്കാരം പിടിച്ചു വലിക്കാറുണ്ടോ നമ്മെ? തിന്മകളിൽ നിന്ന്, മ്ലേച്ഛമായ കാര്യങ്ങളിൽ നിന്ന് നമ്മെ പിടിച്ച് കയറിട്ട് വലിക്കാറുണ്ടോ? ഇല്ല എങ്കിൽ നമ്മുടെ നമസ്കാരം ഉദ്ദേശിച്ച രൂപത്തിലേക്ക് എത്തിയിട്ടില്ല എന്ന് ഉറപ്പാണ്. ഇനിയും ഒരുപാട് ആയത്തുകൾ പരിശുദ്ധ ഖുർആനിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ നിന്നും നമുക്ക് കാണിക്കാൻ പറ്റും. അത് വഴിയെ ഇൻഷാ അല്ലാഹ് കാണിക്കാം. അപ്പം നമസ്കാരം അതൊരു വലിയ ഇബാദത്താണ്. നാം ഇപ്പോൾ കാണുന്ന രൂപത്തിലല്ല നമസ്കാരത്തെ തീർച്ചയായിട്ടും നാം കാണേണ്ടത്. യഥാർത്ഥ രൂപത്തിൽ നമസ്കാരം യഥാർത്ഥ രൂപത്തിൽ അല്ലാഹു തആല പറഞ്ഞ രൂപത്തിൽ എത്തിയ മനുഷ്യന്മാർ, അവർക്ക് തോന്നും എന്ത് എന്നറിയോ? ഈ ദുനിയാവിലുള്ള മനുഷ്യന്മാരൊക്കെ മിസ്കീനുകളാണെന്ന്. ഒരു പക്ഷേ ഈ മനുഷ്യൻ്റെ കയ്യിൽ ഒരു 5 പൈസ ഉണ്ടാവില്ല, നയാ പൈസ ഇദ്ദേഹത്തിന് സമ്പാദ്യമായിട്ടുണ്ടാകില്ല. ആർക്ക്? നമസ്കരിക്കുന്ന ഈ മനുഷ്യന്. പക്ഷേ ആ മനുഷ്യന് ബോധ്യപ്പെടും, മസാക്കീനു അഹ്ലി ദുനിയ, ഈ ദുനിയാവിലെ ആളുകൾ പാവപ്പെട്ടവരാണ്. എന്തേ കാരണം? ഖറജു മിൻഹ, അവർ ഈ ദുനിയാവിൽ നിന്ന് പുറത്തു പോയത്, ദുനിയാവിൽ നിന്ന് മരിച്ചു പോകുന്നത് ഈ ദുനിയാവിലെ ഏറ്റവും ആസ്വാദ്യകരമായ ഒരു സാധനം ആസ്വദിക്കാതെയാണ്. ഒന്നാലോചിച്ച് നോക്കൂ. ദുബായിലേക്ക് പോയ ഒരാളോട് നമ്മൾ സാധാരണ പല ആളുകളും ചോദിക്കുക എന്താണെന്ന് വെച്ചാൽ, അവിടുത്തെ ഏറ്റവും ഉയരമുള്ള ബിൽഡിങ്ങിൽ നിങ്ങൾ കയറിയോ? 10-20 വർഷത്തോളം ദുബായിൽ നിന്നിട്ട് തിരിച്ചു വന്ന ആളോട് ആ ബിൽഡിങ്ങിൽ പോയോ എന്ന് ചോദിച്ചാൽ അയാൾ പറയാണ്, ഞാൻ അങ്ങനെ ഒരു ബിൽഡിങ്ങിനെ കുറിച്ച് അറിയില്ല എന്ന് പറഞ്ഞാൽ ഇയാൾ ഏത് ലോകത്തായിരുന്നെന്ന് പറയില്ലേ? ഇല്ലേ? അതേപോലെ ഈ ദുനിയാവിൽ ഉണ്ടായിട്ട് ഇത്രയും ആസ്വാദ്യകരമായ ഒരു സാധനം ആസ്വദിക്കാതെ പോയവർ മിസ്കീനുകൾ എന്ന് പറഞ്ഞു പോകും. പറഞ്ഞിട്ടുണ്ട് പണ്ഡിതന്മാർ, മുൻകാലത്തെ സലഫു സാലികൾ പറഞ്ഞിട്ടുണ്ട്, മസാക്കീനു അഹ്ലുദ്ദുനിയ, ഈ ദുനിയാവിലെ ആളുകൾ മിസ്കീനുകളാണ്, അവർക്ക് ഈ ദുനിയാവിലെ ആസ്വാദ്യകരമായ ഒരു സാധനം ആസ്വദിക്കാൻ പറ്റിയിട്ടില്ല എന്ന് അവർ പറയുന്നു. ഇനി ഒന്നുകൂടി ആലോചിച്ചാൽ മതി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരം തുടങ്ങാൻ വേണ്ടി ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ വിളിക്കുന്ന വിളി എന്താണ് എന്ന് ശ്രദ്ധിച്ചാൽ മതി. എന്താണ് വിളിക്കാറ്? അരിഹ്നാ ബിഹാ യാ ബിലാൽ, ബിലാലേ വാ, നമുക്ക് ഒന്ന് ആശ്വാസമണയാം, നമുക്കൊന്ന് ആശ്വാസമണയാം. നമ്മൾ എന്താ പറയാറ്? നമസ്കരിച്ചിട്ട് വേണം ഒന്ന് ആശ്വസിക്കാൻ എന്നാ പറയാറ്. ഇത് നമസ്കാരത്തിലൂടെ ആശ്വാസമണയുക, ആശ്വസിക്കാൻ നമ്മൾ സാധാരണ നാം കാണാറ്, നാം ചെയ്യാറ് ഒന്ന് വിശ്രമിക്കാൻ ഉറങ്ങുകയാണ് ചെയ്യാറ്. കുറേ ദൂരേക്കുള്ളൊരു യാത്ര ചെയ്ത് മടങ്ങിയെത്തിയാൽ നമ്മൾ പറയും എന്ത്? ഇനിയൊന്ന് സുഖമായൊന്ന് ഉറങ്ങണം. എന്തിനാ? ഒന്ന് ആശ്വസിക്കാൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ആ വാക്കാണ് പറയുന്നത്. എന്ത്? അരിഹ്നാ ബിഹാ യാ ബിലാൽ, ബിലാലേ നമുക്കൊന്ന് ആശ്വസിക്കാം. അപ്പോൾ ഒരു റാഹത്ത്, ഒരു ആശ്വാസം അവർക്ക് കിട്ടിയിരുന്നു എന്നുള്ള കാര്യം ഉറപ്പാണ്. അതല്ലാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം വെറുതെ പറയോ അരിഹ്നാ ബിഹാ? വെറുതെ നമ്മളെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് പറയോ? ഇല്ല, ഒരിക്കലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയില്ല. ആശ്വസിച്ചിരുന്നു, അവർക്ക് റാഹത്ത് കിട്ടിയിരുന്നു. ഇനി മനുഷ്യൻ്റെ ജീവിതത്തിലെ സന്തോഷത്തെ എടുത്ത് നോക്കുക നമ്മൾ.
സന്തോഷം കൂടി 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 മനുഷ്യന് സുഖം കൂടി സന്തോഷത്തിലെത്തും. സന്തോഷത്തിൽ നിന്ന് മനുഷ്യൻ എത്തുന്ന ഒരു രംഗമാണ് ആനന്ദം. ആനന്ദത്തിലേക്ക് മനുഷ്യനെത്തും. ആ ആനന്ദത്തിൻ്റെ ടോപ്പ് സ്റ്റേജ് ഉണ്ട്. അതിനെയാണ് പറയുക കൺകുളിർമ എന്നും. ആ ആനന്ദത്തിൻ്റെ ടോപ്പ് സ്റ്റേജിലെത്തിയാലാണ് കൺകുളിർമ എന്ന് പറയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം എന്താ പറഞ്ഞതെന്നറിയോ? വജുഇലത് ഖുർറത്തു ഐനി, എൻ്റെ കൺകുളിർമ അത് ഫിറ്റ് ചെയ്തിരിക്കുന്നത് എവിടെയെന്നറിയോ? ഫിസ്വലാത്ത്, നമസ്കാരത്തിലാണ്. നമസ്കാരത്തിലാണ് എൻ്റെ കൺകുളിർമ. ഇനി ഞാൻ നിങ്ങൾ ഓരോരുത്തരോടും ചോദിക്കുന്നില്ല, നിങ്ങൾ ഓരോരുത്തരും നിങ്ങളോട് ചോദിക്കുക, ഞാൻ നമസ്കരിച്ചിരുന്ന നമസ്കാരം എനിക്ക് കൺകുളിർമയാണോ? കൺകുളിർമയായിട്ടുണ്ടോ? എനിക്ക് റാഹത്തായിട്ടുണ്ടോ? വല്ലപ്പോഴെങ്കിലും പ്രയാസങ്ങൾ നേരിടുന്ന സമയത്ത് എപ്പോഴെങ്കിലും ഒരു റാഹത്തായിക്കൊണ്ട്, ആശ്വാസമായിക്കൊണ്ട് ഒരാൾ വിഷമിച്ചിരിക്കുകയാണെന്ന് കരുതാം, ആകെ സങ്കടപ്പെട്ടിരിക്കുകയാണ്, അദ്ദേഹത്തെ പോയി കെട്ടിപ്പിടിച്ച് തലയിലൊന്ന് തടവിയാൽ എന്താണ് അതിനെ പറയാ? ഒരാളെ കെട്ടിപ്പിടിച്ചിട്ട് ഇങ്ങനെ തലയിൽ തടവിയ ആശ്വസിപ്പിക്കലാണല്ലോ. അങ്ങനെ നമസ്കാരം ഫീൽ ചെയ്തിട്ടുണ്ടോ? നമുക്ക് നമസ്കരിച്ച് വരുമ്പോൾ ഒരാൾ നമ്മുടെ തലയിൽ തടവി, എല്ലാ ദുഃഖങ്ങളും മറന്നിട്ട് നമസ്കാരത്തിൽ നിന്ന് അങ്ങോട്ട് പുറത്തേക്ക് വരുന്നൊരവസ്ഥ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല എങ്കിൽ നമസ്കാരം നാം മാറ്റേണ്ടിയിരിക്കുന്നു. എന്നാൽ അങ്ങനൊന്നും പറ്റുമോ? ഇതൊക്കെ വെറുതെ ഇല്ലാത്തൊരു സംഗതി വിളിച്ചു പറയാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്നതാണ്? അല്ല, അങ്ങനെ സംഭവിക്കും. അങ്ങനെ സംഭവിപ്പിച്ചിട്ടുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ സ്വഹാബികൾക്ക്. നമ്മൾക്ക് വേണ്ടാത്തത് കൊണ്ട് നമ്മൾ സംഭവിപ്പിക്കുന്നില്ല. സംഭവിക്കാം. എന്തുകൊണ്ട്? ഇസ്ലാം ഇവിടെ ഇറങ്ങിയിട്ടുള്ളത് സ്വഹാബികൾക്ക് മാത്രമേ അത് വരച്ച് കാണിക്കാൻ പറ്റൂ എന്നുള്ള രൂപത്തിലാണോ? സ്വഹാബികൾക്ക് മാത്രമേ ഇസ്ലാമിക ജീവിതം യഥാർത്ഥ രൂപത്തിൽ ജീവിക്കാൻ പറ്റൂ എന്നൊരു നിയമം ഇസ്ലാമിലുണ്ടോ? ഇല്ലല്ലോ. ഏത് മനുഷ്യനിക്കും പറ്റും എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ പ്രത്യേകത. ഏത് മനുഷ്യനിക്കും ആ സ്വഹാബികളുടെ തഖ്വയുടെ പരിധി, തഖ്വയുടെ അത്ര എത്താൻ പറ്റും. പക്ഷേ സ്വഹാബികളുടെ മർത്തബയിലേക്ക് എത്താൻ കഴിയില്ല. എന്താ കാരണം? സ്വഹാബികൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ സഹചാരികളായിരുന്നു. വലൈക്കും സലാം. സഹചാരികളായിരുന്നു. സഹചാരികൾ ആയിരുന്ന ഒരു സമൂഹത്തിൻ്റെ പോലെ മർത്തബയിലേക്ക്, പദവിയിലേക്ക് നമുക്ക് ഉയരാൻ പറ്റില്ല. പക്ഷെ അതേ തഖ്വ, അതേ ഈമാൻ നമുക്ക് നേടിയെടുക്കാൻ പറ്റും. നേടിയെടുക്കാൻ പറ്റണില്ല എങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? ഇസ്ലാം കാലത്തിന് അനുസൃതമല്ല. അത് ആ കാലത്തേക്ക് പറ്റിയതാണ്, ഈ കാലത്തേക്കൊന്നും പറ്റൂല എന്ന് പറയലല്ല യഥാർത്ഥത്തിൽ അത്. അപ്പോൾ അന്ന് സ്വഹാബികൾ അനുഭവിച്ചിരുന്ന, ആസ്വദിച്ചിരുന്ന ആ റാഹത്ത് നമുക്കും നമസ്കാരത്തിൽ കിട്ടണം. ഇൻഷാ അല്ലാഹ് കിട്ടും, നമ്മൾ പരിശ്രമിച്ചാൽ. അതിന് പറ്റാവുന്ന രൂപത്തിലാണ് നമ്മുടെ ക്ലാസ്സുകൾ, നമ്മുടെ ഈ നമസ്കാരം എങ്ങനെ ആസ്വാദ്യകരമാക്കാം എന്നുള്ളതിനെ വിശദീകരിക്കുന്നത്. അതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയ്ക്ക് എന്തെങ്കിലും ഒരു വിഷമം വന്നാൽ, ഇദാ ഹസബഹു അംറുൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയ്ക്ക് എന്തെങ്കിലും സങ്കടമോ ദുഃഖമോ ഒക്കെ വന്നാൽ, എന്തെങ്കിലും ഒരു കാര്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയെ വളരെ പ്രയാസപ്പെടുത്തിയാൽ എന്ത് ചെയ്യും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം? ഒറ്റക്ക് വാതിലടച്ചിരുന്ന് ഇങ്ങനെ തലയാണിയുമ ചാരിയിരുന്ന് ആലോചിക്കല്ല, നമസ്കരിക്കും. നമ്മൾ അങ്ങനെയാണ് ചെയ്യാറ്. ദുഃഖം വന്നു കഴിഞ്ഞാൽ നമ്മൾ വേണമെങ്കിൽ കടപ്പുറത്ത് പോയിട്ട് ഇങ്ങനെ കാറ്റുകൊണ്ടിരിക്കും, വേണമെങ്കിൽ കടപ്പുറത്ത് ഇങ്ങനെ മലർന്ന് കിടക്കുകയും ചെയ്യും. എന്നിട്ട് ഇങ്ങനെ ദുഃഖങ്ങൾ മുഴുവൻ ആ കാറ്റിൽ കൂടെ ഇങ്ങനെ പറത്തുകയായിരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ചെയ്തിരുന്നത് നമസ്കരിക്കാം. അപ്പോൾ എങ്ങനെയാണ് ഈ നമസ്കാരത്തിൽ ദുഃഖം അങ്ങനെ ആവിയായിട്ട് പോകുക? അത് നമസ്കാരത്തെ നമ്മൾ കണ്ട വ്യത്യാസമാണ്. നമസ്കാരത്തെ നാം കണ്ട രൂപത്തിലുള്ള വ്യത്യാസമാണ് നമുക്കത് ഉൾക്കൊള്ളാൻ കഴിയാത്തത്. ശരി, ഇതാണ് നമസ്കാരത്തെക്കുറിച്ച് ആദ്യമായിട്ട് പറയാനുള്ളത്. രണ്ടാമത്തേത്, ആസ്വാദ്യകരമാക്കുക എന്ന് പറയാൻ പാടുണ്ടോ എന്ന് ചോദിക്കാം. എന്താണ് ആസ്വാദ്യകരം? ഒരു ബിരിയാണി ആസ്വദിച്ച് തിന്നുക, ഒരു അങ്ങനെയുള്ള ഭക്ഷണ സാധനങ്ങളൊക്കെ അല്ലേ ആസ്വദിക്കുക. നമസ്കാരം എങ്ങനെ ആസ്വദിക്കുക? നമസ്കാരം യഥാർത്ഥത്തിൽ എന്താ വേണ്ടത്? ഭക്തിസാന്ദ്രമായി എന്നൊക്കെയല്ലേ പറയേണ്ടത് എന്ന് തോന്നും. ഇതെൻ്റെ വാക്കല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു. നിങ്ങൾ ആ വാക്ക് എടുത്തോ, ദാഖ തുഅമൽ ഈമാൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞതാണ്, ദാഖ തുഅമൽ ഈമാൻ. തുഅമ് എന്ന് പറഞ്ഞാൽ രുചി എന്നാണ് അർത്ഥം.
ത്വഅമുൽ ഈമാൻ എന്ന് പറഞ്ഞ ഈമാനിൻ്റെ രുചി. ഈമാനിൻ്റെ രുചി റാഖ, ആസ്വദിച്ചു. അതാണ് ആ വാക്കിൻ്റെ അർത്ഥം. ഈമാനിൻ്റെ രുചി ആസ്വദിച്ചിരിക്കുന്നു. അപ്പോൾ ഈമാൻ്റെ രുചി എന്ന് പറഞ്ഞ സാധനം നമുക്ക് ആസ്വദിക്കാൻ പറ്റും. പക്ഷെ നാം ചിലപ്പോൾ ജീവിതത്തിൽ അത് ആസ്വദിച്ചിട്ടുണ്ടാവില്ല. ഒരു പ്രാവശ്യം ആ ഈമാൻ്റെ രുചി ആസ്വദിച്ച മനുഷ്യൻ അതെവിടെ കിട്ടും? ഹിമാലയം പർവ്വതത്തിൻ്റെ മേലെ കിട്ടുമെങ്കിൽ, മീതെ കിട്ടുമെങ്കിൽ അവിടേക്ക് നടന്നു പോയിട്ട് വാങ്ങും. കാരണം അതിൻ്റെ രുചി അവർണ്ണനീയമാണ്, വിശദീകരിക്കാൻ കഴിയില്ല. ആ രുചി ആസ്വദിച്ച മനുഷ്യൻ ഒരു കാരണവശാലും അത് വിടില്ല, ഉറപ്പായിട്ടും അതിനെ തേടി പിടിക്കും. അപ്പോൾ ദാഖ ത്വഅമൽ ഈമാൻ, ഈമാനിൻ്റെ രുചി ആസ്വദിച്ചിരിക്കുന്നു. ഇപ്പോൾ മനസ്സിലായോ ആസ്വദിക്കാൻ പറ്റുമെന്ന്? ആരാണ് ആസ്വദിച്ചത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഒരു 3 ആളുകളെക്കുറിച്ച്, 3 സ്വഭാവമുള്ള ആളുകളെക്കുറിച്ച് പറഞ്ഞു. മൻ റളിയ ബില്ലാഹി റബ്ബ, അള്ളാഹുവിനെ റബ്ബായിട്ട് തൃപ്തിപ്പെട്ടവൻ. എൻ്റെ റബ്ബ്, എൻ്റെ അല്ല മതി എന്ന് തൃപ്തിപ്പെടണം. അള്ളാഹുവിനെ റബ്ബായിട്ട് തൃപ്തിപ്പെട്ട മനുഷ്യൻ അവൻ യഥാർത്ഥത്തിൽ ഈമാനിൻ്റെ മാധുര്യം ആസ്വദിക്കുകയായിരിക്കും. അങ്ങനെ തന്നെയാണ് കേട്ടോ വാക്ക്. വബിൽ ഇസ്ലാമി ദീന, ഇസ്ലാമിനെ ദീനായി കൊണ്ട് തൃപ്തിപ്പെട്ടവൻ. ഇസ്ലാമിനെ ദീനായി കൊണ്ട് തൃപ്തിപ്പെട്ടവൻ എന്താസ്വദിക്കുകയായിരിക്കും? ഈമാനിൻ്റെ രുചി ആസ്വദിക്കുകയായിരിക്കും. അദ്ദേഹത്തിൻ്റെ വായിൽ, അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ഈമാൻ്റെ രുചിയായിരിക്കും ഇങ്ങനെ കളിക്കുന്നത്. വബി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നബിയായിക്കൊണ്ട് അല്ലെങ്കിൽ ദൂതനായിക്കൊണ്ട് തൃപ്തിപ്പെട്ടവൻ. ഈ 3 ഗുണങ്ങളുള്ള അള്ളാഹുവിനെ റബ്ബായി, ഇസ്ലാമിനെ ദീനായി, റസൂൽ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നബിയായി അല്ലെങ്കിൽ റസൂലായി തൃപ്തിപ്പെട്ടവൻ ഈമാനിൻ്റെ മാധുര്യം ആസ്വദിച്ചിരിക്കുന്നു. നാം തൃപ്തിപ്പെട്ടിട്ടില്ല എങ്കിൽ ഇപ്പം നമുക്ക് ആ ആസ്വാദനം ഉണ്ടാവില്ല. നമ്മൾ വിശ്വസിക്കുന്നു, നമുക്ക് ഇസ്ലാം തന്നെ മതി എന്ന് വിശ്വസിക്കുകയാണ്. തൃപ്തിപ്പെടലും വിശ്വസിക്കലും തമ്മിൽ രണ്ടാണ്. ഇൻഷാ അല്ലാഹ് വഴിയെ പറയും. അതൊന്നാമത്തേത്. രണ്ടാമത്തേത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സലാസുൻ, 3 ആളുകൾ, വലൈക്കും സലാം, 3 ആളുകൾ, 3 കാര്യങ്ങൾ, 3 ആളുകളല്ല 3 ഗുണങ്ങൾ, മൻ കുന്ന ഫീഹി, ആരുടെയെങ്കിലും ഹൃദയത്തിൽ ആ 3 ഗുണങ്ങൾ ഉണ്ടെങ്കിൽ, ആരുടെയെങ്കിലും ഹൃദയത്തിൽ ആ 3 ഗുണങ്ങൾ ഉണ്ടെങ്കിൽ, വജദ ഹലാവത്തൽ ഈമാൻ, ഈമാനിൻ്റെ മാധുര്യം ദർശിക്കാൻ തുടങ്ങും. ഈമാൻ്റെ മാധുര്യം ദർശിക്കാൻ തുടങ്ങും ആ മനുഷ്യന്. 3 കാര്യങ്ങൾ, 3 സ്വഭാവങ്ങൾ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിലുണ്ടെങ്കിൽ. എന്താണ്? ഒന്നാമത്തേത്, അൻ യകൂനല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ, അള്ളാഹുവും അള്ളാഹുവിൻ്റെ റസൂലും ഇവർ 2 പേരുമായിരിക്കണം ലോകത്തുള്ള സർവ്വതിനേക്കാളും ഏറ്റവും ഇഷ്ടം. അങ്ങനെ ആയാൽ അവൻ എന്ത് സംഭവിക്കും? ഈമാനിൻ്റെ മാധുര്യം കാണാൻ തുടങ്ങും, ആസ്വദിക്കാൻ തുടങ്ങും. അതൊന്നാമത്തേത്. ഇതൊക്കെ ഇനി വഴിയെ വിശദീകരിക്കും ഇൻഷാ അല്ലാഹ്. പിന്നെ രണ്ടാമത്തേത്, വഅൻ യുഹിബ്ബൽ മർഅ ലാ യുഹിബ്ബുഹു ഇല്ലാ ലില്ലാഹ്, ഒരു മനുഷ്യനെ ഒരു മനുഷ്യൻ സ്നേഹിക്കുന്നു, ആ സ്നേഹത്തിൻ്റെ കാരണം അള്ളാഹുവിനോടുള്ള ഇഷ്ടം മാത്രം. അള്ളാഹുവിന് വേണ്ടി മാത്രം വേറൊരാളെ ഇഷ്ടപ്പെടുക. ഞാൻ എൻ്റെ ഉമ്മാനെ ഇഷ്ടപ്പെടുന്നത്, ഞാൻ എൻ്റെ സഹോദരങ്ങളെ ഇഷ്ടപ്പെടുന്നത് അള്ളാഹ്ക്ക് വേണ്ടി മാത്രം. അങ്ങനെയല്ല എന്നുള്ളത് പൊളിച്ച് നമുക്ക് വേണം വരച്ച് കാണിച്ചു തരാം. നാം ഇന്ന് മനുഷ്യന്മാരെ ഇഷ്ടപ്പെടുന്നത് അള്ളാഹ്ക്ക് വേണ്ടിയിട്ടല്ല, പല ഗുണങ്ങൾക്കും വേണ്ടിയിട്ടാണ്. പല നാം തന്നെ അറിയാത്ത, നമ്മുടെ മനസ്സ് തേടിക്കൊണ്ടിരിക്കുന്ന, ഹൃദയം തേടിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് ആശകൾക്കും അഭിലാഷങ്ങൾക്കും വേണ്ടിയിട്ടാണ് നാം പലരുമായും ഇഷ്ടവും ചങ്ങാത്തവും സ്ഥാപിക്കുന്നത്. അള്ളാഹുവിന് വേണ്ടി മാത്രം ഒരാളെ ഇഷ്ടപ്പെടുക. ഇൻഷാ അല്ലാഹ് അത് വേറെ കാര്യം വഴിയെ സൂചിപ്പിക്കും. പിന്നെ 3ാമത്തെ ഗുണം, വഅൻ യക്റഹ അൻ യഊദ ഫിൽ കുഫ്രി കമാ യക്റഹു അൻ യുഖ്ദഫ ഫിന്നാർ, കുഫറിലേക്ക് തിരിച്ചു പോവുക എന്ന ആ രംഗുണ്ടല്ലോ, നമ്മൾ എന്നിലേക്ക് തിരിച്ചു പോവുക, കാഫിറുകളായി പോവുക എന്നുള്ളതിനെ വെറുക്കണം. എങ്ങനെ? നമ്മെ പിടിച്ചൊരു തീയിലിടുന്നതിനെ വെറുക്കുന്നത് പോലെ. ഒരു അഗ്നികുണ്ഡമുണ്ടാക്കി അതിനകത്തോട്ട് നമ്മളെ പിടിച്ച് ഇടുന്നതിനേക്കാൾ വെറുപ്പ് നാം കാഫിറുകളായി കുഫറിലേക്ക് തിരിച്ചു പോകുക എന്നതിനെ നാം വെറുക്കണം എന്ന്
ഇതാണ് ഹലാവത്തുൽ ഈമാനിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഇസ്ലാമിൽ ആസ്വാദനമുണ്ട്, ഇസ്ലാമിൽ യഥാർത്ഥത്തിൽ ആസ്വാദനമുണ്ട്. അല്ല, ഇബാദത്തുകൾ ആസ്വദിച്ചിട്ടേ നിർവഹിക്കാൻ പറ്റുകയുള്ളൂ. ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറയാണ്, അവരൊക്കെ ആസ്വദിച്ച ആളുകളായിരുന്നു. കാരണം അവരുടെ വചനങ്ങൾ, അവരുടെ കിതാബുകളിലുള്ള അവരുടെ ഉദ്ധരണികളൊക്കെ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബോധ്യപ്പെടും അവരുടെ ജീവിതം അവർ സ്വർഗത്തിലായിരുന്നു എന്ന്, ഈ ദുനിയാവിലെ സ്വർഗം. ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറയാണ്, ഇന്ന ഫിദ്ദുനിയാ ലജന്ന, ഈ ദുനിയാവിൽ ഒരു സ്വർഗമുണ്ട്, ഈ ദുനിയാവിൽ ഒരു സ്വർഗമുണ്ട്, നാം ആരും കണ്ടെത്താത്തൊരു സ്വർഗമാണത്. മല്ലം യദ്ഖുൽഹ, ആ സ്വർഗത്തിലേക്ക് നാം ആരും പ്രവേശിച്ചിട്ടില്ല എങ്കിൽ, ഈ ദുനിയാവിലെ സ്വർഗത്തിലേക്ക് നാം പ്രവേശിച്ചിട്ടില്ല എങ്കിൽ ലം യദ്ഖുൽ ജന്നത്തൽ ആഖിറ, പരലോകത്തുള്ള സ്വർഗത്തിലേക്കോട്ട് പ്രവേശിക്കാൻ കഴിയുകയുമില്ല. അപ്പോൾ ഇവിടെ ജീവിക്കേണ്ടത് യഥാർത്ഥത്തിൽ സ്വർഗത്തിലാണ്, സ്വർഗീയ സുഖത്തോടു കൂടിയിട്ടാണ് ജീവിക്കേണ്ടത്. അതെന്തല്ല, നാം കാണുന്ന സുഖസൗകര്യങ്ങളല്ല. നമ്മൾ കരുതുന്നു എന്ത്, ഈ സുഖസൗകര്യങ്ങൾ നമുക്ക് സമാധാനവും സന്തോഷവും തരുന്നു എന്ന് നമ്മൾ കരുതുന്നു. എന്നാൽ ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പോലെ ഉള്ള മുൻകാല പണ്ഡിതന്മാർ, മുൻകാല സലഫുസ് സാലിഹുകളായ സച്ചരിതരായ പണ്ഡിതന്മാർ, സച്ചരിതരായ നമ്മുടെ മുഅ്മിനുകളായ ആളുകൾ, അവരൊക്കെ ഈമാൻ ആസ്വദിച്ച് ഒരു സ്വർഗീയ സുഖത്തിലായിരുന്നു നടന്നിരുന്നത്. അത് ഹൃദയം കൊണ്ടുള്ള സുഖമാണ്. എന്നാൽ അത് തന്നെയാണ് ഏറ്റവും വലിയ സുഖവും. ഇനിയിപ്പോൾ ഞാൻ കുറച്ച് നേരമായല്ലോ ഇപ്പോൾ ഇത് പറയണത്, എന്ത് ഈമാൻ ആസ്വദിക്കാൻ പറ്റും, ഇബാദത്തുകൾ ആസ്വദിക്കണം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ആസ്വദിക്കുകയാണ് ചെയ്തത് എന്നൊക്കെ. എന്തപ്പോൾ അതിനൊരു തെളിവ് നമ്മൾ കുറച്ച് ആയത്തുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഒരു തെളിവ് കൂടി നിങ്ങൾ കേട്ടോ. ദാത്തുർ റിഖാ എന്ന് പറയുന്ന ഒരു യുദ്ധം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ നടക്കുകയുണ്ടായി. ദാത്തുർ റിഖാ ഒരു മുൾച്ചെടിയുടെ പേരാണ് റിഖാ എന്ന് പറഞ്ഞാൽ. അതല്ല എങ്കിൽ ആ സ്ഥലം, ആ യുദ്ധം നടന്ന സ്ഥലത്തുള്ള ഒരു മലയുടെ പേരായിരിക്കണം റിഖാ. എന്തായാലും ആ യുദ്ധത്തിൻ്റെ പേര് ദാത്തുർ റിഖാ എന്നാണ്. ദാത്തുർ റിഖാ യുദ്ധത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയും സ്വഹാബികളും പങ്കെടുത്ത് യുദ്ധം കഴിഞ്ഞു അവരുടെ സൈനിക താവളത്തിലേക്ക് തിരിച്ചു പോവുകയാണ്. അങ്ങനെ യുദ്ധത്തിൻ്റെ ഇടയിൽ ഒരു മുശ്രിക്കായ ഒരു മനുഷ്യൻ്റെ ഭാര്യയെ ഒരു മുഅ്മിനായ യോദ്ധാവ്, ആ ഭാര്യയ്ക്ക് എന്തോ ആപത്ത്, മുശ്രിക്കായ ഒരു മനുഷ്യൻ്റെ ഭാര്യയ്ക്ക് എന്തോ ആപത്ത് ഈ മുഅ്മിനിൻ്റെ കയ്യിൽ നിന്ന് വന്നു. കാരണം അവർ യുദ്ധക്കളത്തിൽ വന്നിട്ടുണ്ടാകും. അങ്ങനെ അവർക്ക് എന്തോ ബാധിച്ചു, കയ്യിൽ വെട്ടോ കാലുമേൽ വെട്ടോ എന്തോ സംഭവിച്ചു. അതൊരു മുഅ്മിനിൻ്റെ കയ്യിൽ നിന്നാണ് സംഭവിച്ചത്. അപ്പോൾ ആ മുശ്രിക്കായ മനുഷ്യൻ ശപഥം ചെയ്തു, മുഅ്മിനുകൾ തിരിച്ചു പോവുകയാണ്, യുദ്ധം കഴിഞ്ഞു, അവർ തോറ്റു, മുശ്രിക്കുകൾ തോറ്റു. തിരിച്ചു പോകുമ്പോൾ ആ മുശ്രിക്കായ മനുഷ്യൻ ശപഥം ചെയ്തു, ഞാൻ ഇവരെ പിന്തുടർന്നുകൊണ്ട് അവരെ നിലം പരിശാക്കിയിട്ട് ഇനി ഞാൻ തിരിച്ചെൻ്റെ വീട്ടിലേക്ക് വരൂ. ഈ മുഅ്മിനുകളെ പിന്തുടർന്ന് നിലം പരിശാക്കിയിട്ട് ഞാൻ തിരിച്ചു വരൂ എന്ന് ശപഥം ചെയ്തുകൊണ്ട് അദ്ദേഹം വീട് വിട്ട് ഇറങ്ങുന്നു. അപ്പം മുഅ്മിനുകൾ നിൽക്കുന്നിടത്ത് നിൽക്കും. അങ്ങനെ മുഅ്മിനുകളുടെ പിന്നാലെ ഇദ്ദേഹം ഒളിഞ്ഞും തെളിഞ്ഞൊക്കെ പോയി. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയും സ്വഹാബികളും കുറേ ദൂരം പോയപ്പോൾ രാത്രിയായി, ഇരുട്ടായി. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, നമുക്കിന്ന് ഇവിടെ ടെൻ്റ് അടിക്കാം, നമ്മുടെ തമ്പ് ഇവിടെയാക്കാം. അങ്ങനെ ടെൻ്റ് അടിച്ചു, അവരെല്ലാവരും താമസിച്ചു, അവിടെ ഉറങ്ങാൻ വേണ്ടി കിടക്കുകയാണ്. രാവിലെ എഴുന്നേറ്റിട്ട് തിരിച്ചു പോകും. അപ്പോൾ മൊബൈൽ എല്ലാവരും ഒന്ന് സൈലൻ്റിലിടണം. അതേപോലെ അപ്പോൾ രാത്രിയായപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം സഹാബികളോടായിക്കൊണ്ട് ചോദിച്ചു, ഇന്ന് ആര് നമുക്ക് വേണ്ടി കാവൽ നിൽക്കും? കാരണം മുസ്ലിം സൈന്യം ഉറങ്ങിക്കിടക്കുമ്പോൾ 1-2 ആളുകൾ തീർച്ചയായിട്ടും കാവൽ നിൽക്കണം. കാവൽ നിന്നിട്ടില്ല എങ്കിൽ അത് മുസ്ലിം സമൂഹത്തിന് എന്താണ്? ആപത്താണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ കാവൽ നിൽക്കുന്ന ആൾക്കുള്ള ഗുണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത് എന്താണ്? ഖബറിലെ ഫിത്ന ഉണ്ടാവില്ല എന്നുള്ളതാണ്. മരിച്ചുപോയാൽ ഖബറിൽ ഈ മനുഷ്യനോട് ചോദ്യം ചെയ്യില്ല, ആരാണ് നിൻ്റെ റസൂൽ, ആരാണ് റസൂൽ എന്ന് നബി സല്ലല്ലാഹി അലൈഹി വസല്ലമയെ കാണിച്ചു കൊടുത്തുകൊണ്ട് ആ മനുഷ്യനക്ക്, ആർക്ക്? അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഉറക്കമൊഴിച്ച, കാവൽ നിന്നുകൊണ്ട് ഉറക്കമൊഴിച്ച ആ 2 കണ്ണുകളുള്ള ആളുകളെ ഖബറിൽ വിചാരണ ചെയ്യില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം എഴുന്നേറ്റുകൊണ്ട് ചോദിച്ചു, ആർ ഇന്ന് നമുക്ക് കാവലായി നിൽക്കും? മുഹാജിറുകളിൽപ്പെട്ട ഒരു സ്വഹാബിയും
അൻസ്വാരികളിൽപ്പെട്ട ഒരു സഹാബിയും എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറഞ്ഞു, ഞങ്ങൾ രണ്ടാളും നിൽക്കാം. മുഹാജിറിൽ നിന്ന് അമ്മാർ ബിൻ യാസിർ റളിയല്ലാഹു അൻഹു, അൻസ്വാരികളിൽ നിന്ന് അബ്ബാദ് ബിൻ ബിശ്ർ റളിയല്ലാഹു അൻഹു, ഇവർ രണ്ടുപേരാണ് എഴുന്നേറ്റ് നിന്നത്. ശരി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, ശരി, നിങ്ങൾ കാവിൽ നിന്നോ. മുഅ്മിനുകൾ ഉറങ്ങാൻ വേണ്ടി കിടന്നു. ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അബ്ബാദ് ബിൻ ബിശ്റും അമ്മാർ ബിൻ യാസിറും റളിയല്ലാഹു അൻഹുമ ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്തു. കുറച്ച് നേരം ഒരാൾ ഉറങ്ങും, കുറച്ച് നേരം ഒരാൾ നിൽക്കും, പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരാൾ നിൽക്കും, അടുത്ത ആൾ ഉറങ്ങും. അങ്ങനെയാണ് അവർ പ്ലാൻ ചെയ്തത്. ആരാദ്യം നിൽക്കും, ആരാദ്യം ഉറങ്ങും എന്ന് പറഞ്ഞപ്പോൾ അൻസ്വാരിയായ അബ്ബാദ് ബിൻ ബിശ്ർ പറഞ്ഞു, ഞാൻ ആദ്യം നിൽക്കാം, താങ്കൾ കിടന്ന് കുറച്ചു നേരം ഉറങ്ങിക്കോ എന്ന്. ഇവർ കുറച്ച് മാറിയിട്ടാണ് കേട്ടോ, മുസ്ലിം സൈന്യം തമ്പടിച്ച സ്ഥലത്ത് നിന്ന് കുറച്ച് മാറിയിട്ടാണ് കാവൽ നിൽക്കുന്നത്, മലയുടെ മുകളിൽ. അങ്ങനെ അമ്മാർ ബിൻ യാസിർ റളിയല്ലാഹു അൻഹു കിടന്നുറങ്ങാൻ തുടങ്ങി. ഫൽതജഅൽ മുഹാജിറായ അമ്മാർ ബിൻ യാസിർ റളിയല്ലാഹു അൻഹു കിടന്നുറങ്ങി. ഇദ്ദേഹം അബ്ബാദ് ബിൻ ബിശ്ർ റളിയല്ലാഹു അൻഹു അദ്ദേഹം കാവൽ നിൽക്കുകയാണ്, എഴുന്നേറ്റ് നമസ്കരിക്കാനും തുടങ്ങി. നിൽക്കുകയാണ്, ഒപ്പം നമസ്കരിക്കുകയും ചെയ്യാൻ. ഈ മനുഷ്യൻ, മുശ്രിക്കായ മനുഷ്യൻ, ഇവരുടെ പുറകിലൂടെ നടന്ന് വന്ന് ഇദ്ദേഹം ആ സമയത്ത് അവിടെ എത്തി. എത്തിയപ്പോൾ അദ്ദേഹം കണ്ട കാഴ്ച വളരെ സന്തോഷജനകമായൊരു കാഴ്ചയാണ്. മുഅ്മിനുകൾ മുഴുവൻ കിടന്നുറങ്ങുന്നു. പിന്നെ കാവൽ നിൽക്കുന്നതിൽ രണ്ടിൽ ഒരാൾ കിടന്നിറങ്ങുന്നു, ഒരാൾ നമസ്കരിക്കുന്നു. ഇതിനേക്കാൾ വലിയ ചാൻസ് ഇനി കിട്ടാനില്ല മുഅ്മിനുകളെ നിരംപരിശാക്കാൻ. അദ്ദേഹം എന്ത് ചെയ്തു? ഒരമ്പെടുത്തിട്ട് നേരെ ആ നമസ്കരിക്കുന്ന ആളെ മേത്തേക്ക് വിട്ടു. എന്നാൽ ആ മനുഷ്യൻ മരിച്ചു വീഴും. പിന്നെന്ത് സംഭവിക്കും? നേരെ അതിൻ്റെ ഉള്ളിലേക്ക് പോയിട്ട് ഇദ്ദേഹം ഉദ്ദേശിച്ച സംഗതി നടത്താം. കാരണം ഇവിടെയുള്ള മുഹാജിറായ രണ്ടാമത്തെ കാവൽക്കാരൻ കിടന്നുറങ്ങുകയാണ്. അദ്ദേഹം ചെന്നു, അദ്ദേഹം അമ്പ് ചെയ്തു. ആ അമ്പ് വന്ന് ഇദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ വന്ന് തുളച്ചു കയറി. ആരുടെ? നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന അബ്ബാദ് ബിൻ ബിശ്ർ റളിയല്ലാഹു അൻഹുവിൻ്റെ ശരീരത്തിൽ. ഇനി ഒന്ന് പോസ് ചെയ്തിട്ട് ചോദിക്കുകയാണ്, എന്ത് സംഭവിക്കണം അവിടെ? എന്ത് സംഭവിക്കണം? സത്യത്തിൽ ഒരു അമ്പ് വന്ന് നമ്മുടെ ശരീരത്തിലേക്ക് തുളച്ചു കയറിയാൽ, അമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തല്ല, ചെറിയ സൂചിയൊന്നുമല്ലല്ലോ. ഒരു അമ്പ് വന്ന് ശരീരത്തിൽ തുളച്ചു കയറിയാൽ എന്ത് സംഭവിക്കണം? ഒച്ചയെടുക്കും, അട്ടഹസിക്കും. എന്നിട്ടോ ഉടനെ ഈ കിടക്കുന്ന ആളെ വിളിച്ചിട്ട് പിടിക്കവനെ എന്നൊക്കെ പറയും, അല്ലേ? ഒന്നും ചെയ്തില്ല. അദ്ദേഹം കൈ പോലും അഴിക്കാതെ ഈ വന്ന അമ്പ് അങ്ങോട്ട് ഊരിയെടുത്തിട്ട് നിലത്തിട്ടു. എന്നിട്ട് നമസ്കാരം തുടങ്ങി. അത്ഭുതം തോന്നുന്നുണ്ടാവും. ഇത് അതിശയോക്തിക്ക് വേണ്ടി പറയുന്നതല്ല, നടന്ന സംഗതിയാണ്. അബൂ ദാവൂദ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള സ്വഹീഹായ ഹദീസ്, സ്വഹീഹായ സംഭവമാണ്. അദ്ദേഹം അമ്പ് വലിച്ചൂരി നിലത്തിട്ടു. അമ്പ് വലിച്ചൂരി വളരെ നിസ്സാരമാണോ സംഗതി? അമ്പിങ്ങനെ വലിച്ചൂരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോര പൊടിയുന്നുണ്ടാവും, ചോര നല്ലോണം തെറിക്കുന്നുണ്ടാകും. ഇത് കണ്ടപ്പോൾ മുശ്രിക്കായ മനുഷ്യന് വീണ്ടും ഒരമ്പ് കൂടി എഴുതു. ആ അമ്പും അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ തന്നെ തുളച്ചു കയറി. ആ അമ്പും അദ്ദേഹം വലിച്ചൂരി നിലത്തിട്ടു. നമസ്കാരം തുടർന്നു. ഇതേപോലെ മൂന്നാമത്തെ തവണയും അദ്ദേഹം അമ്പ് ചെയ്തു. ആ അമ്പും അതേപോലെ തന്നെ പറഞ്ഞ പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ തുളച്ചു കയറി. ആ അമ്പും അദ്ദേഹം ഊരി നിലത്തിട്ടു. റുക്കോയിലേക്ക് പോയി, സുജൂദിലേക്ക് പോയി. സുജൂദും കഴിഞ്ഞു. അദ്ദേഹം തശഹൂദിലിരുന്നു. സലാം വീട്ടുന്ന സമയത്താണ് ആരെഴുന്നേൽക്കുന്നത്? അമ്മാർ ബിൻ യാസിർ റളിയല്ലാഹു അൻഹു എഴുന്നേൽക്കുന്നത്. എഴുന്നേൽക്കുമ്പോൾ കണ്ട കാഴ്ച എന്താണ്? ചോരയിൽ കുളിച്ച് നിൽക്കുന്ന അബ്ബാദ് ബിൻ ബിശ്റിനെയാണ്. നോക്കിയപ്പോൾ 3 അമ്പുകൾ നിലത്ത് കിടക്കുന്നുണ്ട്. ഇത് കണ്ടപ്പോൾ അമ്മാർ ബിൻ യാസിർ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റിട്ട് ചോദിച്ചു, അലാ ഖദ് അംബഹതനി അവ്വല മാ റമ, എന്തേ നിങ്ങൾക്ക് ആദ്യത്തെ ഏറ് കൊണ്ടപ്പോൾ തന്നെ എന്നെ വിളിക്കായിരുന്നില്ലേ? ഈ അമ്മാർ ബിൻ യാസിർ എഴുന്നേറ്റത് ഇദ്ദേഹം കണ്ടു. ആര്? മുശ്രിക്കായ മനുഷ്യൻ. അയാൾ ഓടിപ്പോയി. കാരണം അദ്ദേഹത്തിന് മനസ്സിലായി ഇനി അദ്ദേഹത്തെ പിടിക്കുമെന്ന് മനസ്സിലായപ്പോൾ അദ്ദേഹം ഓടിപ്പോയി. അമ്മാർ ബിൻ യാസിർ ഇദ്ദേഹത്തെ എടുത്ത് ചോദിച്ചു, അലാ ഖദ് അംബഹതനി അവ്വല മാ റമ, ആദ്യത്തെ ഏറ് കൊണ്ടപ്പോൾ അങ്ങേക്ക് എന്നെ വിളിക്കായിരുന്നില്ലേ? എന്നെ ഉണർത്തായിരുന്നില്ലേ? എന്തെങ്കിലും ഒരു ഇൻതിബാഹ്, എന്തെങ്കിലും ഒരു അടയാളം എനിക്ക് നൽകാമായിരുന്നില്ലേ എന്ന് അമ്മാർ ബിൻ യാസിർ അബ്ബാദ് ബിൻ ബിശ്ർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി, അതാണ് നമ്മുടെ ക്ലാസിൻ്റെ അടിസ്ഥാനം. എന്താണ് മറുപടി? കുൻതു ഫീ സൂറ, ഞാനൊരു സൂറത്ത് ഓതിക്കൊണ്ടിരിക്കുകയായിരുന്നു.
ലം ഉഹിബ്ബ അൻ അഖ്തഅഹ. ആ സൂറത്ത് അവിടെ വെച്ച് മുറിക്കാൻ എനിക്ക് ഇഷ്ടമുണ്ടായില്ല, എനിക്ക് ഇഷ്ടമുണ്ടായില്ല എന്ന് പറഞ്ഞാൽ ഈ വേദന ഒന്നുമല്ല പ്രശ്നം, ഈ സൂറത്ത് മുറിക്കുന്നതാണ് പ്രശ്നം. അത് ആസ്വദിക്കുകയായിരുന്നോ അതോ വേറെന്തെങ്കിലും ആയിരുന്നോ? ആസ്വദിക്കുകയായിരുന്നു അല്ലേ? ആ രൂപമാണ്, ആ രൂപത്തിലേക്കാണ് നമ്മൾ ചെല്ലേണ്ടത്. അബ്ബാദ് ബിൻ ബിശ്ർ റളിയല്ലാഹു അൻഹുവിന് ഇങ്ങനെ പറ്റിയിട്ടുണ്ട് എങ്കിൽ എനിക്ക് പറ്റുമോ? നിങ്ങൾക്ക് പറ്റുമോ? പറ്റുമോ? പറ്റും, പറ്റണം. പക്ഷേ പറ്റണമെങ്കിൽ ഒരു സ്വിച്ച് ഇട്ടാൽ നടക്കില്ല. സ്വിച്ച് ഇട്ടാൽ നടക്കുന്നതല്ലത്. അബ്ബാദ് ബിൻ ബിശ്റാകട്ടെ, അമ്മാർ ബിൻ യാസിറാകട്ടെ, അല്ലെങ്കിൽ മുൻകാല സച്ചരിതരായ സലഫുസ് സാലിഹുകളാകട്ടെ, അവരാരും സ്വിച്ച് ഇട്ടപ്പോൾ വന്നതല്ല, ഒരുപാട് പ്രയത്നങ്ങൾ ചെയ്തവരാണ്. പ്രയത്നങ്ങൾ എന്താണ് യഥാർത്ഥത്തിൽ? എന്താണ്? ഹിമാലയം പർവ്വതത്തിൻ്റെ മേലെ കയറിയിട്ട് ഇറങ്ങലാണോ? അല്ല. മനസ്സ്, ഹൃദയം, ആ സാധനത്തിനെ ശുദ്ധമാക്കണം. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത് അൽ കയ്യിസ്, ശക്തൻ, വളരെ ശക്തിയുള്ളവൻ. അവൻ ആരാണെന്നറിയോ? ആരല്ല? മസിൽ പവർ കാണിക്കുന്നവനല്ല, ഒരു ആനയെ പിടിച്ചു പൊക്കുന്നവനല്ല, 2 കല്ലുകളെ പിടിച്ചു പൊക്കി വളരെ ഉയരത്തിലേക്ക് 2 കൈകളിൽ പിടിച്ചു ആക്കുന്നവനല്ല. അൽ കയ്യിസ്, കയ്യിസ് എന്ന് പറഞ്ഞ മൻ ദാന നഫ്സഹു, സ്വന്തം മനസ്സിനെ കീഴ്പ്പെടുത്തിയവനാ. സ്വന്തം മനസ്സിനെ കീഴ്പ്പെടുത്തിയവൻ. മനസ്സ് അവൻ്റെ കയ്യിലായിരിക്കും. വ അമില ലിമാ ബഅദൽ മൗത്ത്, മരണശേഷമുള്ളതിന് വേണ്ടി പണിയെടുക്കുകയും ചെയ്തവൻ. മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റും. നമുക്ക് കഴിയില്ല, ഉറപ്പാണ്. നമുക്ക് കഴിഞ്ഞിട്ടില്ല, ഉറപ്പാണ്. നമുക്ക് നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിഞ്ഞിട്ടില്ല, കഴിയണം. അപ്പോൾ ഒരുപാട് പണികളിലൂടെ, ഒരുപാട് പ്രയത്നങ്ങളിലൂടെ ചെയ്താൽ ഉറപ്പായിട്ടും നമുക്ക് എന്താണോ അല്ലാഹു തആല ഉദ്ദേശിക്കുന്ന നമസ്കാരം, ആ രൂപത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റും. അങ്ങനെ നമ്മൾ എത്തിയാൽ എന്ത് സംഭവിക്കും? നമുക്ക് ഈ ദുനിയാവിൽ ഒന്നും വേണ്ടാതെ വരും. ഒന്നും വേണ്ട, ദുനിയവിയായ കാര്യങ്ങളൊന്നും നമ്മെ അലോസരപ്പെടുത്തുകയില്ല. നമുക്ക് പ്രശ്നം ഉണ്ടാവില്ല ഒന്നും. എല്ലാം നമ്മുടെ ഹൃദയം മുഴുവൻ സ്നേഹം നിറയുകയായി, ഹൃദയം തുളുമ്പിയായിരിക്കും നിൽക്കുക. കാരണം നമുക്കൊന്നിൻ്റെയും ആവശ്യമില്ലാതെ വരും. അങ്ങനെ ആവശ്യമില്ലാതെ വന്നു കഴിഞ്ഞാൽ മനുഷ്യൻ സമാധാനത്തിൽ, ശാന്തിയിൽ, ആനന്ദത്തിലായിരിക്കും ആ മനുഷ്യൻ ജീവിക്കുക. ആ മനുഷ്യന് എന്തില്ല? ടെൻഷൻ ഉണ്ടാവില്ല. ആ മനുഷ്യന് പ്രയാസങ്ങൾ ഉണ്ടാവില്ല. അവന് TFL പോകേണ്ട ആവശ്യമില്ല. ടെൻഷൻ ഫ്രീ ലൈഫ് എന്ന് പറയുന്ന യോഗ ക്ലാസ്സിനൊന്നും പോകേണ്ട ആവശ്യമില്ല. എന്താണ്? അവൻ ശാന്തമായിരിക്കും അവൻ്റെ മനസ്സ്. അതിനാൽ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറയുന്നു, എന്ത്? അല്ലദീന ആമനു വതത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാ. അല്ലദീന ആമനു, സത്യവിശ്വാസികളുണ്ടല്ലോ, വതത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാ, അവരുടെ ഹൃദയം തത്മഇന്നു, ശാന്തിയടയുന്നു, ശാന്തമാകുന്നു. ബിദിക്രില്ല, എന്തുകൊണ്ട്? അള്ളാഹുവിൻ്റെ ദിക്ർ കൊണ്ട് അവരുടെ ഹൃദയമാണ് കേട്ടോ, അവരുടെ ഹൃദയം ശാന്തമാകുന്നു. ഹൃദയത്തിൽ ഒന്നും തിളച്ചു മറിയുന്നില്ല, ശാന്തമാണ്. നമ്മൾ തിളച്ച വെള്ളമില്ലേ, വെള്ളം തിളച്ച് പൊന്തണ കണ്ടല്ലേ? അപ്പം എന്താണ്? അതേപോലെയാണ് ഇപ്പം നമ്മുടെ ഹൃദയങ്ങൾ തിളക്കുകയാണ്. ഒരുപാട് പ്രയാസങ്ങൾ, നൊമ്പരങ്ങളെ കൊണ്ട് തിളച്ചു മറിയുകയാണ്. തീജ്വാലകൾ ആളിക്കത്തുകയാണ് ഹൃദയത്തിൽ. അതിലേക്ക് ഒരു വലിയ ബക്കറ്റ് തണുത്ത വെള്ളം ഒഴിക്കുന്നത് പോലെ ദിക്റുള്ള വരും, ശാന്തമാകും. പുകയും ഉണ്ടാവില്ല, മണവും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. തണുത്തങ്ങോട്ട് പോകും, ഹൃദയം പോകും എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇൻഷാ അല്ലാഹ് ഈ കൂട്ടത്തിൽ ആരെങ്കിലുമൊക്കെ അങ്ങനെ അനുഭവിക്കുകയും ചെയ്യും ഇൻഷാ അല്ലാഹ്, യഥാർത്ഥ രൂപത്തിൽ ഇത് ഫോളോ ചെയ്യുന്ന ആളുകൾ. അതിനാൽ നിങ്ങൾ അറിയുക, ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, അള്ളാഹുവിൻ്റെ ദിക്ർ കൊണ്ടേ ഹൃദയം ശാന്തിയടയൂ. വേറെ എന്ത് നിങ്ങളിട്ടാലും ശാന്തിയാവൂല. എത്ര യോഗയിൽ തലകുത്തിമറിഞ്ഞാലും ശാന്തിയാകൂല. ശാന്തിയായി എന്ന് നിങ്ങൾ കരുതുന്നു, നിങ്ങൾ പലതിനെയും മറക്കാൻ ശ്രമിക്കുന്നു എന്നേ സംഭവിക്കുകയുള്ളൂ. ദിക്റുള്ള, അള്ളാഹുവിൻ്റെ ദിക്ർ, അതുണ്ടായാൽ ഹൃദയം ശാന്തമാകും. അപ്പോൾ അള്ളാഹുവിൻ്റെ ദിക്ർ എവിടെ നിന്ന് കിട്ടും? മൂസ അലൈഹിസ്സലാം ആദ്യമായിക്കൊണ്ട് അള്ളാഹുമായിട്ട് സംസാരിക്കുകയാണ്. അള്ളാഹുമായിട്ട് നേരിട്ട് സംസാരിച്ചുള്ള ആളല്ലേ ആര്? മൂസ അലൈഹിസ്സലാം. ആ മൂസ അലൈഹിസ്സലാമിനെ സീനാ പർവ്വതത്തിൽ വെച്ചിട്ട് അള്ളാഹു തആല സംസാരിക്കുമ്പോൾ
ഇന്നനി അനല്ല, ഞാനാണ് നിന്റെ റബ്ബ്, ഫഅ്ബുദിനി, നീ അതുകൊണ്ട് എന്നെ ഇബാദത്ത് ചെയ്യണം. എന്നിട്ട് പറഞ്ഞെന്താ? വ അഖിമിസ്സലാത്ത്, നീ മൂസ അലൈഹി സ്വലാമിയോട് വ അഖിമിസ്സലാത്ത്, നീ നമസ്കാരം നിലനിർത്തണം. എന്തിന്? ലിദിക്രി, എൻ്റെ ദിക്ർ വേണോ? ദിക്റാണ് യഥാർത്ഥത്തിൽ എന്ത്? ഹൃദയത്തിന് ശാന്തത. ആ ദിക്ർ വേണോ? എന്ത് സംഭവിക്കണം? നമസ്കരിക്കണം. അപ്പം നമ്മളൊക്കെ നമസ്കരിച്ചിട്ട് ദിക്ർ വരാറുണ്ടോ അള്ളാഹുവിൻ്റെ? വരുന്നില്ല. അപ്പോൾ ശാന്തിയല്ല, അപ്പം സമാധാനമല്ല. അപ്പോൾ ജീവിതത്തിൽ എന്തെങ്കിലും പ്രയാസം വന്നു കഴിഞ്ഞാൽ നിസ്കരിക്കാൻ തോന്നൂല. എന്തേ കാരണം? നമസ്കാരത്തിലൂടെ ശാന്തിയും സമാധാനവും ലഭിക്കുന്നില്ല. അത് ലഭിക്കാൻ ഉതകുന്ന ഒരു പ്രൊജക്റ്റാണ് നമ്മുടെ നമസ്കാരം എങ്ങനെ ആസ്വാദ്യകരമാക്കാം എന്നത്. സത്യത്തിൽ ലോകത്തെ നമ്മളൊക്കെ പറയാറുണ്ട്, അല്ലാഹു തആല മനുഷ്യർക്ക് നൽകിയ ഒരു വലിയ സമ്മാനമാണ് നമസ്കാരമെന്ന് നമ്മൾ ഒരുപാട് പ്രസംഗങ്ങളിലൊക്കെ പറയാറുണ്ട്. പ്രസംഗിക്കാൻ നല്ലതാണത്, ആളുകളെ കോരിത്തരിപ്പിക്കുക, അല്ലെങ്കിൽ ഒരു പ്രസംഗത്തിലെ ഒരു വാക്ചാതുരിക്ക് വേണ്ടിയിട്ട് നമുക്ക് പറയാം അള്ളാഹു നൽകിയ സമ്മാനമാണെന്ന് പറയാം. അത് അനുഭവിച്ചവൻ സമ്മാനം എന്ന് പറയും. യഥാർത്ഥത്തിൽ പ്രസംഗത്തിന് വേണ്ടിയല്ല, അനുഭവിച്ചവൻ പറയും ഇത് അള്ളാഹ് എനിക്ക് നൽകിയ സമ്മാനം തന്നെയാണ്. സമ്മാനം നാം എങ്ങനെ സ്വീകരിക്കും? നമുക്കൊരു ചെറിയ ഗിഫ്റ്റ് കിട്ടിയാൽ നമ്മളെങ്ങനെ സ്വീകരിക്കും? അതേപോലെ നമസ്കാരത്തെ നമുക്ക് സ്വീകരിക്കാൻ കഴിയണം. ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറയാണ്, ഞങ്ങൾ അങ്ങോട്ട് നമസ്കരിക്കാൻ നിന്ന കുന്നാ ഫീ റൗള. നിങ്ങളും പറയൂട്ടോ ഇൻഷാ അല്ലാഹ്. അങ്ങനെ ആസ്വദിക്കാൻ തുടങ്ങിയാൽ നിങ്ങളും പറയും. കുന്നാ ഫീ റൗള, ഞങ്ങൾ നമസ്കരിക്കാൻ നിന്ന ഫീ റൗള, ഒരു പൂന്തോട്ടത്തിലായിരിക്കും ഞങ്ങൾ നമസ്കരിക്കാൻ നിൽക്കുക. എന്ന് പറഞ്ഞാൽ ഫിസിക്കലി അല്ല, പോയിട്ടൊരു പൂന്തോട്ടത്തിലല്ല നമസ്കരിക്കുന്നത്, സ്വന്തം വീട്ടിലായിരിക്കും, പള്ളിയിലായിരിക്കും. നമസ്കാരത്തിൽ ഇവരുടെ ആത്മാവ് പ്രവേശിക്കും. എവിടെ? ഒരു പൂന്തോട്ടത്തിൽ. ആ പൂന്തോട്ടത്തിലെ പ്രത്യേകത ത്വആമുനാ ഫീഹൽ ഖുശൂ. ആ പൂന്തോട്ടത്തിൽ ഞങ്ങൾ ഭക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഭക്ഷണം എന്താണെന്നറിയോ? ഖുശൂ ആണ്, ഭയഭക്തിയാണ്. അതാണ് ഞങ്ങൾ ഭക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്. അതേപോലെ വശറാബുനാ ഫീഹദ്ദുമൂ, അവിടെയുള്ള ഞങ്ങളുടെ പാനീയം കണ്ണുനീരുകളാണ്. കണ്ണുനീറുകളാണ് ഞങ്ങളുടെ പാനീയങ്ങൾ എന്ന് ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറയുന്നു. അത് യഥാർത്ഥത്തിൽ അങ്ങനെ തന്നെയാണ്. നമുക്കത് ബോധ്യപ്പെടുകയും ചെയ്യും ഇൻഷാ അല്ലാഹ്. അപ്പോൾ എങ്ങനെ നമ്മൾ ആ പദവിയിലേക്ക് എത്തും? അല്ലെങ്കിൽ പദവിയല്ല, എങ്ങനെ നമ്മൾ അങ്ങനത്തെ ഒരു സ്റ്റേജിലേക്ക്, അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് നാം എത്തും? എത്തണമെങ്കിൽ ഒരൊറ്റ മാർഗമേ ഉള്ളൂ. അതേതാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ നമസ്കരിച്ചോ എന്നുള്ളത് ഫിസിക്കൽ മാത്രമല്ല, അതിനെ ആത്മീയമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ കണ്ടുവോ, എങ്ങനെ പരിചയപ്പെടുത്തിയോ, ആ രൂപത്തിൽ തന്നെ നാം അതിനെ കാണുകയും വേണം. നമസ്കാരത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു കാര്യം പറഞ്ഞുകൊണ്ട് തുടങ്ങുകയാണ്. ഒരു മനുഷ്യനെ ഒരു രാജാവ് പിടിച്ച് ജയിലിലിട്ടു എന്ന് കരുതാം. 50 വർഷത്തേക്ക് അല്ലെങ്കിൽ 30 വർഷത്തേക്ക് 20 വർഷത്തേക്ക് പിടിച്ച് ജയിലിലിട്ടു. എന്നിട്ട് ജയിലിലടക്കുന്ന സമയത്ത് രാജാവ് മനുഷ്യനോട് പറയാണ്, മനുഷ്യ, നിന്നെ ഞാനൊരു 20 വർഷം കഴിഞ്ഞാൽ പുറത്തേക്ക് കൊണ്ടുവരും, അല്ലെങ്കിൽ ഒരു 25, അല്ലെങ്കിൽ ഒരു 30, അതിങ്ങനെ പലതരത്തിലായിരിക്കും. നിന്നെ ഞാൻ പുറത്തേക്ക് കൊണ്ടുവരും. എന്നിട്ട് ഞാൻ നിന്നോടൊരു ചോദ്യം ചോദിക്കും. ആ ചോദ്യത്തിന് കറക്റ്റ് ഉത്തരം നീ പറഞ്ഞാൽ നിന്നെ ഞാൻ വെറുതെ ഫ്രീ ആയിട്ട് വിടും. നിനക്കൊരു പ്രശ്നമല്ല, നീ ഫ്രീ, നീ സ്വതന്ത്രനാണ്. ഉത്തരം ഞാൻ ചോദിച്ച ചോദ്യത്തിന് മര്യാദക്ക് ഉത്തരം പറഞ്ഞിട്ടില്ല എങ്കിൽ, കറക്റ്റ് ഉത്തരം പറഞ്ഞിട്ടില്ല എങ്കിൽ നിൻ്റെ തല ഞാൻ അപ്പം കൊയ്യും എന്ന് പറഞ്ഞിട്ട് പിടിച്ച് ജയിലിലിട്ടു. ഒരു 2 വർഷം 3 വർഷം 25 വർഷമൊന്നും വേണ്ട, ഒരാഴ്ച പിടിച്ച് ജയിലിലിട്ടാലും മതി. എന്തായിരിക്കും ആ മനുഷ്യൻ്റെ ആ ജയിലിൽ കിടക്കുന്ന ദിവസങ്ങളിലുള്ള ചിന്ത? എന്തായിരിക്കും? അയാളിങ്ങനെ കിടന്നുറങ്ങിയിരിക്കുമോ? ഇനിയിപ്പോൾ 25 വർഷം വരെ ഉറങ്ങി തീർക്കണം എന്നാണോ? അല്ല. എന്തായിരിക്കും ആ ചോദ്യം? എന്നാൽ എവിടെയെങ്കിലും ആ ചോദ്യവും അതിൻ്റെ ഉത്തരവും കിട്ടുമോ എന്ന് തേടി പിടിച്ച് നടക്കുകയായിരിക്കും ആ മനുഷ്യൻ. അല്ലേ? അപ്പോൾ ജയിലിലൊരു മനുഷ്യൻ വേറൊരു മനുഷ്യനെ കൊണ്ടിട്ടെന്ന് കരുത്. ആ മനുഷ്യൻ പറയാണ്, സത്യത്തിൽ എനിക്കറിയാം ആ ചോദ്യം എന്താണ്, അതിൻ്റെ ഉത്തരം എന്താണെന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരി എന്ന് പറയോ? അതോ ആ മനുഷ്യനെ കാല് പിടിച്ചിട്ട് ചോദിക്കോ, എന്നോടൊന്ന് പ്ലീസ് പറഞ്ഞതാ, എന്താണ് ആ ചോദ്യം, എന്താണ് അതിൻ്റെ ഉത്തരം എന്ന്
പറയൂ, ചോദിക്കൂലേ? എങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു അടിമയെ അല്ലാഹു തആല ഖിയാമത്ത് നാളിൽ ആദ്യമായി കൊണ്ട് വിചാരണ ചെയ്യുന്നത് ഒരു സാധനത്തെക്കുറിച്ചാണ്, നമസ്കാരം. ആ നമസ്കാരത്തെക്കുറിച്ച് ചോദ്യം ചെയ്തിട്ട് അതങ്ങോട്ട് ശരിയാണെങ്കിൽ, ആ നമസ്കാരത്തെക്കുറിച്ച് ചോദ്യം ചെയ്ത, വിചാരണ ചെയ്ത ആ വിചാരണ കറക്റ്റാണെങ്കിൽ, അത് കറക്റ്റായിട്ട് ഉത്തരം പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ഖദ് അഫ്ലഹ, അവൻ വിജയിച്ചു എന്ന് പറഞ്ഞാൽ അവൻ ഫ്രീ ആയി. ഈ ഫ്രീ ആ ഫ്രീ അല്ല. ഇതെന്താണ് യഥാർത്ഥത്തിൽ പരലോകത്തുള്ള വിജയം, പരലോകത്തുള്ള ഫലാഹ് എന്താണ്? സ്വർഗ പൂന്തോപ്പുകൾ. നമുക്ക് കണ്ടാൽ നമുക്കിത് ഇപ്പോൾ കണ്ടിട്ടില്ലാത്ത, കേട്ടിട്ടില്ലാത്ത നമ്മുടെ ചിന്തകളിൽ, നമ്മുടെ ഹൃദയത്തിൽ അങ്ങനെ ഒരു ഭാവനയിൽ പോലും ആ സുഖം നമുക്ക് പറയാൻ പറ്റില്ല. ഭാവനയിൽ പോലും സുഖം ചിത്രീകരിക്കാൻ പറ്റില്ല എങ്കിൽ ആ സുഖം എന്തായിരിക്കും? ഭാവനയിൽ പോലും കാണാത്ത സുഖം. അത്രയും വലിയ സുഖത്തിൻ്റെ കേദാരമായ സ്വർഗത്തിലേക്ക് പോകും എന്തായാൽ നമസ്കാരം ശരിയാണെങ്കിൽ. ഇനി വഇൻ ഫസദത്, നമസ്കാരം പ്രശ്നമാണ് എന്ന് കരുതുക. നമസ്കാരം പ്രശ്നമാണെങ്കിൽ ഫഖദ് ഖാബ വ ഖസിറ, പോയി. അവൻ ഖാബ, തോറ്റു, വ ഖസിറ, നഷ്ടപ്പെട്ടു. അവന് പിന്നെ പ്രശ്നമാണ്. അവൻ്റെ ഈ ദുനിയാവിൽ വെച്ചിട്ടുള്ള ഈ ഉദാഹരണം പറഞ്ഞില്ലേ, ആ ഉദാഹരണമാണെങ്കിൽ അയാളെ കൊല്ലുകയേ ഉള്ളൂ. ഇത് കൊല്ലലാണോ? അല്ല. മരിക്കാൻ ആഗ്രഹിക്കും, മരിക്കില്ല. അങ്ങനത്തെ ഒരു ലോകത്തേക്കാണ് പോകുക. അതിനാൽ നമസ്കാരം അതാകുന്നു ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും ഒന്നാമത്തെ കാര്യം. ഇനി അതല്ല, നമ്മൾ നമസ്കാരത്തിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ പോകും. ഇൻഷാ അല്ലാഹ് ഈ ക്ലാസ് അങ്ങനെയാണ്. നമസ്കാരത്തിൻ്റെ ഉള്ളിലൂടെ A to Z നമ്മളിങ്ങനെ പോകുമ്പോൾ നമുക്ക് മനസ്സിലാകും. ഒരു പക്ഷേ അവസാനം നിങ്ങൾ എന്നോട് പറയും, ഇത് തന്നെ മതി ജീവിതത്തിൽ എന്ന് നിങ്ങൾ പറയും. ഈ നമസ്കാരം തന്നെ മതി എന്ന് പറഞ്ഞു പോകും. കാരണം അത്രയും പ്രാധാന്യമുള്ളതാണ് നമസ്കാരം. എന്തിനാണ് അല്ലാഹു തആല നമ്മെ സൃഷ്ടിച്ചിട്ടുള്ളത്? എന്തിനാണ്? അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യാൻ, അല്ലെങ്കിൽ അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യാൻ വേണ്ടി മാത്രം, അല്ലേ? വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. എന്നാൽ നമ്മൾ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുക മാത്രമാണോ ഇവിടെ ചെയ്യുന്നത്? അതല്ല, കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അള്ളാഹുവിനെ മാത്രമേ ഇബാദത്ത് ചെയ്യാൻ പറ്റുള്ളൂ. അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാനായിട്ടാണ് അള്ളാഹു തആല മനുഷ്യരെയും ജിന്നുകളെയും സൃഷ്ടിച്ചിട്ടുള്ളത്. നമ്മൾ ജീവിതത്തിലെ 24 മണിക്കൂർ, ഒരു ദിവസത്തിലെ 24 മണിക്കൂർ എടുത്തിട്ട് ഇങ്ങനെ നോക്കുക. അതിൽ നമ്മൾ എത്ര ടൈം അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നുണ്ട്? ആറ്റിക്കുറിക്ക് നോക്കിയാൽ എത്ര മണിക്കൂർ, എത്ര മിനിറ്റ് ഉണ്ടാവും? ഏറി വന്നു കഴിഞ്ഞാൽ ഒരു മണിക്കൂർ ഉണ്ടാവുമോ? ഉണ്ടാവില്ല. 1 മണിക്കൂർ നമുക്ക് ബോണസായിട്ട് കൊടുക്കാം, 1 മണിക്കൂറെന്ന് കൊടുക്കാം. ബാക്കി 23 മണിക്കൂറും നമ്മൾ ഇബാദത്ത് ചിലപ്പോൾ ചെയ്യുന്നുണ്ടാവില്ല. കാരണം ഭൗതികമായ രംഗങ്ങളിലാണ്. എന്നാൽ ഇനി ഞാൻ പറയുന്നത് ശക്തമായ രൂപത്തിൽ ആലോചിച്ച് നോക്കൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്രാ മിഅ്റാജ് രാത്രിയിലാണോ നമസ്കാരം നിർബന്ധമാക്കപ്പെട്ടത്? അല്ലേ? ഇസ്രാ മിഅ്റാജ് രാത്രിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങോട്ടേക്ക് പോയി. എവിടേക്ക്? ആകാശ ലോകത്തേക്ക് പോയപ്പോൾ അല്ലാഹു തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയതാണ് നമസ്കാരം. എത്ര വഖത്തായിരുന്നു? 50 റക്അത്തല്ല, വഖത്ത്. 50 വഖത്ത് ഫീ കുല്ലി യൗമിൻ വലൈല, ഓരോ ദിവസത്തിലും. ഒരു ദിവസം എന്ന് പറഞ്ഞാൽ രാത്രി ഉണ്ടാവും, പകലുണ്ടാവും എന്ന് പറഞ്ഞാൽ 24 hours. ഒരു 24 മണിക്കൂറിൻ്റെ അകത്ത് 50 വഖത്ത് നമ്മൾ നമസ്കരിക്കണമെങ്കിൽ ഫർദ് നമസ്കാരമാണല്ലോ, അല്ലേ? ബാങ്കും ഉണ്ടാവും, ഇഖാമത്തും ഉണ്ടാവും. ഫർദ് നമസ്കാരം നമ്മൾ 50 വഖത്ത് നമസ്കരിക്കണമെങ്കിൽ എത്ര മിനിറ്റ് ഇടവിട്ട് നമസ്കരിക്കണം? അരമണിക്കൂർ, 25 മിനിറ്റ് ഏകദേശം. 25 മിനിറ്റിൻ്റെ ഉള്ളിൽ ഒരു ബാങ്കും ഉണ്ടാവും, ഒരു ഇഖാമത്തും ഉണ്ടാവും, ഒരു ജമാഅത്ത് നമസ്കാരം ഉണ്ടാവും. പകൽ മാത്രമല്ല, രാത്രിയിലും 24 മണിക്കൂറാണ് ഈ പറയുന്നത്. എവിടെ ഉറങ്ങാൻ സമയം? എവിടെ സ്കൂളിൽ പോകാൻ? എവിടെ ഹോസ്പിറ്റലിൽ പോകാൻ? എവിടെ സമയമില്ല. സമയം ഉണ്ടാവുമോ? കാരണം ഓരോ 25 മിനിറ്റിലും ഉണ്ടാവും ബാങ്കും ഇഖാമത്തും. ഇനി ബാങ്കും ഇഖാമത്തും കഴിഞ്ഞ് ഓതെടുത്ത് പള്ളിയിലേക്ക് എത്തുമ്പോഴേക്കും ഏകദേശം 10 മിനിറ്റ് ആവൂലേ? പിന്നെ നമസ്കാരം നിർവഹിച്ച് 5 മിനിറ്റ് കൊണ്ടൊക്കെ ചുറ്റി കംപ്രസ് ചെയ്ത് നമുക്ക് നമസ്കരിക്കാം. 5 മിനിറ്റ് കൊണ്ട് 5 മിനിറ്റ് നമസ്കരിച്ച് വീട്ടിലേക്ക് എത്തി ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാനുള്ള സമയം ഉണ്ടാകുമ്പോഴേക്കും അടുത്ത ബാങ്ക് കൊടുക്കും, തിരിച്ചു പോരണം, അല്ലേ? ഇതാണ് യഥാർത്ഥത്തിൽ അല്ലാഹു തആല നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്.
അതാണല്ലോ 50 റക്അത്താക്കിയത്, അല്ല 50 വഖത്താക്കിയത്. ആ 50 വഖത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൂസ അലൈഹിസ്സലാമയെ കണ്ടുമുട്ടി. മൂസ അലൈഹിസ്സലാം, ഇതൊക്കെ അള്ളാഹുവിൻ്റെ കാരുണ്യമാണ് കേട്ടോ, ഇതൊക്കെ അള്ളാഹുവിൻ്റെ വെൽ പ്ലാനിങ് ആണ്. എന്തു തന്നെ ആയാലും മൂസ അലൈഹിസ്സലാമയെ കണ്ടുമുട്ടി തിരിച്ചു പറഞ്ഞയക്കുകയാണ് മൂസ അലൈഹിസ്സലാം. നിന്റെ ഉമ്മത്തിന് ഇത് കഴിയില്ല മുഹമ്മദേ, തിരിച്ചു പോ, അള്ളാഹുവിനോട് കുറച്ച് ചോദിക്ക്. 5 പ്രാവശ്യം പോയി കുറച്ച് ചോദിച്ചു. അങ്ങനെ അതെന്തായി മാറി? 5 വഖത്തായിട്ട് മാറി അല്ലേ? ഇന്ന് കാണുന്ന ഈ 5 വഖത്ത് യഥാർത്ഥത്തിൽ 5 അല്ല, ഈ കാണുന്ന 5 വഖത്ത് യഥാർത്ഥത്തിൽ 50 വഖത്തിൻ്റെ ഫലമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അങ്ങനെയാണ്. അങ്ങനെ ബികുല്ലി സ്വലാത്തിൻ അഷ്ർ, ഓരോ വഖത്ത് നമസ്കാരത്തിനും 10 ഇരട്ടിയാണ്. അങ്ങനെ ഫതിൽക 50 സലാത്തൻ, അങ്ങനെ ഈ 5 വഖത്ത് എന്നുള്ളത് 50 വഖത്തായി മാറും. അപ്പോൾ 24 hours നമ്മൾ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്ത പ്രതീതി എന്തിലൂടെ വരും? 5 വഖത്ത് നമസ്കരിക്കുന്നതിലൂടെ. അതുപോലും നമുക്ക് പറ്റാറില്ല, ഉണ്ടോ? അതുപോലും നമുക്ക് ഒരു വഖത്ത് തന്നെ നമസ്കരിക്കുന്നത് നമ്മൾ ഭയങ്കര ഭാരത്തോടു കൂടിയിട്ടാണ്. ഭാരമാണ് നമുക്ക്, അല്ലേ? നമസ്കാരം ഭാരമാണ് യഥാർത്ഥത്തിൽ. ആർക്കാണ് ഭാരം? സത്യവിശ്വാസികൾക്കല്ല, നിഷേധികൾക്കുമല്ല. വഇന്നഹാ ലകബീറത്തുൻ ഇല്ലാ അലൽ ഖാശിഈൻ, ഖുശൂ ഇല്ലാത്തവർക്ക് അത് ഭാരം തന്നെയാണ്, ഭാരം തന്നെയാണ് എന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറയുന്നു. വഇന്നഹാ ലകബീറത്തുൻ, അത് ഭാരം തന്നെയാണ്. ഇല്ലാ അലൽ ഖാശിഈൻ, ഖുശൂ ഇല്ലാത്തവർക്ക്. അത് സത്യവിശ്വാസം ഉണ്ടായാലും ഇല്ലെങ്കിലും ഖുശൂ ഇല്ലേ, അത് ഭാരമായിട്ട് അനുഭവപ്പെടും. ഖുശൂ ഉണ്ടോ, അത് ഭാരമല്ല, സുഖമാണ്. അതിനേക്കാൾ വലിയ റാഹത്ത് നമുക്ക് ലോകത്ത് കിട്ടാനുണ്ടാവില്ല. അതിനാൽ നാം നമസ്കാരത്തെ ആ രൂപത്തിലേക്ക് ശീലിക്കണം. അപ്പോൾ ഒരു 5 മരുന്നുകളാണ് എനിക്ക് ഇവിടെ പറയാനുള്ളത് നമസ്കാരം ആസ്വാദ്യകരമാക്കാൻ. 5 എണ്ണം. പക്ഷേ ഇപ്പം നിങ്ങളുടെ മനസ്സിലുണ്ട്, ഓ ആ 5 എണ്ണം അങ്ങോട്ട് കാണാപ്പാടം പഠിച്ചാൽ പരിപാടി തീർന്ന് എന്ന് തോന്നുന്നുണ്ടാവും. 5 എണ്ണം അങ്ങോട്ട് കാണാപ്പാടം പഠിച്ചാൽ മതിയല്ലോ, തീർന്ന് സുഖമായി. പിന്നെ നമസ്കാരം ആസ്വദിച്ചിട്ട് ഇങ്ങനെ പറന്ന് നടക്കാം. ആ 5 ജീവിതത്തിൽ കൊണ്ടുവരാൻ നാം കഠിനമായിട്ട് പ്രയത്നിക്കണം. കഠിന പ്രയത്നം എന്ന് പറഞ്ഞാൽ എന്താണ്? ഹിമാലയം കീഴടക്കൽ അല്ല, ശാരീരികമല്ല, മാനസികമാണ്. അത് ഹിമാലയം കീഴടക്കുന്നതിനേക്കാൾ പ്രയാസമായിരിക്കും ചിലപ്പോൾ. കാരണം എന്താ? കുറേ സംഗതികൾ അങ്ങോട്ട് തടഞ്ഞു നിർത്തേണ്ടി വരും, കുറേ എണ്ണത്തിനെ ബ്ലോക്ക് ചെയ്യണം. കാരണം എന്താ? മൻ ദാന നഫ്സഹു, മനസ്സിനെ പിടിച്ചു നിർത്തണം. പിടിച്ചു നിർത്തണമെങ്കിൽ ആർക്ക് പറ്റൂല എന്നർത്ഥം? ശക്തവാനുണ്ടല്ലോ, നമ്മൾ കാണുന്ന മിസ്റ്റർ ഇന്ത്യ പോലുള്ള ആളുകൾ, അവർക്കൊന്നത് പറ്റില്ല എന്നർത്ഥം. അവരല്ല ശക്തി. ശക്തി എവിടെയാണ്? നമ്മുടെ മനസ്സിനെ പിടിച്ചു നിർത്താൻ കഴിയുക എന്നുള്ളതാണ്. 5 കാര്യങ്ങൾ ഏതാണെന്ന് ഞാൻ വിശദീകരിക്കുകയാണ്. അതിലൊന്നാമത്തേത്, ഹുളൂറുൽ ഖൽബ്, അതായത് ഹൃദയ സാന്നിധ്യത്തോട് കൂടിയിട്ട് നിൽക്കണം. എഴുതിയെടുക്കണ്ട, നിങ്ങൾക്ക് തന്ന നോട്ടിനകത്തുണ്ട്. നിങ്ങൾക്ക് തന്നിട്ടുള്ള നോട്ടിൻ്റെ ഫസ്റ്റ് തന്നെ അതായിരിക്കും. അതിപ്പോൾ നോക്കുകയും വേണ്ട, നമ്മളെ ക്ലാസ് ആകെ അലങ്കോലമാവും. ഇപ്പം നിങ്ങൾ ഇവിടേക്ക് ശ്രദ്ധിച്ചാൽ മതി, ഇങ്ങോട്ടേക്ക് ശ്രദ്ധിച്ചാൽ മതി. ഹൃദയ സാന്നിധ്യത്തോട് കൂടിയിട്ടായിരിക്കണം നമസ്കരിക്കാൻ നിൽക്കേണ്ടത്. എന്താ ഹൃദയ സാന്നിധ്യം എന്ന് പറഞ്ഞാൽ? ഈ സാധനം നമ്മുടെ ശരീരത്തിലുള്ള ഈ ഇറച്ചി കഷ്ണം ഉണ്ടല്ലോ, അത് ഇവിടെ തന്നെ വേണം. ഞാൻ ഇവിടെയാണ് നമസ്കരിക്കണമെങ്കിൽ ഇവിടെ തന്നെ. ഇപ്പം നിങ്ങൾ ക്ലാസ്സിൽ ഇരിക്കുകയല്ലേ, ഇവിടെ ആയിരിക്കണം നിങ്ങളുടെ മനസ്സും ഹൃദയമൊക്കെ. അത് പുറത്ത് കറി ഉണ്ടാക്കുന്നതിനെക്കുറിച്ചോ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുന്നതിനെക്കുറിച്ചോ അല്ലെങ്കിൽ പോരുന്നതിന് മുന്നുണ്ടായിരുന്ന കുറേ സംസാരങ്ങളെക്കുറിച്ചോ ഒന്നും വരരുത്, ഇവിടെ വേണം. അതില്ല എങ്കിൽ ഇവിടെ നിങ്ങൾ ഈ ക്ലാസ്സിലിരുന്നുകൊണ്ട് ഈ ക്ലാസ്സിനെ ഇത് യഥാർത്ഥത്തിൽ എൻ്റെ കഴിവല്ല ഈ പറയുന്നത്. ഇതെന്താണ്? നമസ്കാരത്തിൻ്റെ കഴിവാണ്. അല്ലാഹു തആല നമുക്ക് നൽകിയ ഒരു വലിയ സമ്മാനത്തിനെ കുറിച്ചാണ് ഈ പറയുന്നത്. ഇത് എൻ്റെ പ്രസൻറ്റേഷൻ പവറിൻ്റെ വലുപ്പത്തിലല്ല ഇത് ബോധ്യപ്പെടുന്നത്. ഇത് യഥാർത്ഥത്തിൽ നമസ്കാരത്തിൻ്റെ പവറാണ്. അതിനാൽ ഇതിനെ നിങ്ങൾ ആ രൂപത്തിൽ തന്നെ കാണണം.
അപ്പോൾ ഹൃദയ സാന്നിധ്യത്തോട് കൂടിയിട്ടായിരിക്കണം നിൽക്കേണ്ടത് നമസ്കരിക്കാൻ നിൽക്കുമ്പോൾ. 90% അല്ല, ഏകദേശം ഒരു 99% ആൾക്കാരും ഹൃദയ സാന്നിധ്യം ഇല്ലാതെയാണ് നമസ്കരിക്കുന്നത്. 99, പിന്നെ അവിടെ നിന്നും കൂട്ടാൻ പറ്റുക കൂട്ടാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞതാണത്. ഞാൻ ഒരു അസംഷൻ പറയല്ല, അങ്ങനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത്. അവ്വലുമായി യുർഫഉ മിൻ ഹാദിഹിൽ ഉമ്മ, ഈ സമൂഹത്തിൽ നിന്ന് ആദ്യമായി കൊണ്ട് ആവിയായിട്ട് പോകുമൊരു സാധനം, അതെന്തറിയോ? അൽ ഖുശൂ. ഖുശൂ ഖുശൂ എന്ന് പറഞ്ഞാൽ ഹൃദയത്തെ അവിടെ വെച്ചിട്ട് ഭയഭക്തിയോട് കൂടിയിട്ട് നിർവഹിക്കുക. ഹൃദയം നമസ്കരിക്കുന്ന സ്ഥലത്ത് വെച്ചിട്ട് ഹൃദയ സാന്നിധ്യത്തോട് കൂടിയിട്ട് നമസ്കരിക്കാം, അതുണ്ടാവില്ല. അതായിരിക്കും ആദ്യമായിട്ട് ആവിയായി പോകാം. എന്നിട്ടോ അങ്ങനെ കണ്ട് കണ്ട് അങ്ങനെ ആവിയായി പോയി 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 ഹത്ത ഏതുവരെ? ലാ തറാ ഫീഹിം ഖാശിഅ. ഓരോരോ പള്ളിയിലേക്ക് നിങ്ങൾ ടൂറ് പോകുക, എന്നിട്ട് ആ പള്ളിയിൽ പോയിട്ട് ലോറസ്കരിക്കുന്നവരെങ്ങനെ നോക്കുക, ആ നമസ്കരിച്ചതിൽ എത്ര ഖാശിഈങ്ങളുണ്ട് എന്ന് നോക്കിയാൽ ഹത്ത ലാ തറാ ഫീഹിം ഖാശിഅ, ഒരൊറ്റ ആളെ പോലും നിങ്ങൾക്ക് കാണാൻ പറ്റാതെ ആകും. നിങ്ങൾ പോകുന്ന പള്ളിയിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങൾ പോകുന്ന പള്ളിയിൽ എത്ര ഖാശിഈങ്ങളുണ്ട്? എന്താ ഖാശിഅ? ഖുശൂ എന്ന് പറഞ്ഞാൽ ഹൃദയം അവിടെ വെച്ചിട്ട് നമസ്കരിക്കുക ഇല്ല. അപ്പോൾ ഒരു 99-നേക്കാൾ കൂടുതൽ വേണമെങ്കിൽ കൂട്ടാം, കുറവാണ്. മെയിൻ ഇതാണ്, ഹുളൂറുൽ ഖൽബാണ്. ഹൃദയ സാന്നിധ്യത്തോട് കൂടിയിട്ട് നമസ്കരിക്കണം. ഹൃദയ സാന്നിധ്യത്തോടു കൂടി നമ്മൾ നമസ്കരിക്കുന്നില്ല എങ്കിൽ നമ്മളെക്കാൾ ഉത്തമരാണ് ആരെന്നറിയോ? നമ്മൾ കാണുന്ന പള്ളിയിലെ തൂണുകൾ, നമ്മൾ പോകുന്ന പള്ളിയിലെ പായകൾ നമ്മളെക്കാൾ ഉത്തമരാണ്. എന്താണ്? നമ്മൾ പള്ളിയിൽ ആകെ 5 മിനിറ്റേ പോകണുള്ളൂ, ഇത് 24 മണിക്കൂറും പള്ളിയിലാണ്. നമുക്ക് ഹൃദയ സാന്നിധ്യം ഇല്ല, അവർക്കും ഹൃദയ സാന്നിധ്യം ഇല്ല. പിന്നെന്താ വ്യത്യാസം? പള്ളിയിലെ തൂണുകൾക്കും ഹൃദയ സാന്നിധ്യമില്ല, നമുക്കും ഹൃദയ സാന്നിധ്യമില്ല. അപ്പോൾ ഒരു തൂണ് പോയി നിൽക്കുന്നത് പോലെ ഞാൻ പോയി നിന്നു തിരിച്ചു വന്നു, ഞാനാകെ 5 മിനിറ്റ്, ആ തൂണോ 24 മണിക്കൂർ. ഞാനാണോ തൂണാണോ വലുത്? തൂണല്ലേ? ഹൃദയ സാന്നിധ്യമില്ല എങ്കിൽ ഒരു സാധനം, ഒരു ഫിസിക്കൽ ബോഡി അവിടെ പോയിട്ട് എന്താ കാര്യം? ഹൃദയമാണ് പോകേണ്ടത്. ഇസ്ലാം മനുഷ്യനോട് സംസാരിക്കുന്നത് ഹൃദയത്തിൻ്റെ ഭാഷയാണ്, അത് മനസ്സിലാക്കിക്കോ. ഇസ്ലാം നമ്മോട് സംസാരിക്കുന്നത് നമ്മുടെ ഹൃദയത്തിൻ്റെ ഭാഷയാണ്. അതല്ലാതെ നമ്മൾ കുറേ കർമ്മങ്ങൾ ഇങ്ങനെ ചെയ്ത് കൂട്ടി 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 ഉഹദ് മലയുടെ വലുപ്പത്തോളം കർമ്മങ്ങൾ ഇങ്ങനെ കൂട്ടുക, ഒന്നിനും ഹൃദയ സാന്നിധ്യമില്ല, ഒന്നും ഹൃദയം തട്ടിയിട്ടുള്ളതല്ല എങ്കിൽ ഊതിയാൽ ധൂളികളായിട്ട് പറന്നു പോകുന്ന വെറും ധൂളികളായി മാറും അവ അള്ളാഹുവിൻ്റെ അടുക്കൽ. എന്തേ കാരണം? ഹൃദയമില്ല. ഹൃദയം ആണ് യഥാർത്ഥത്തിൽ ഏത് കർമ്മത്തിൻ്റെയും ആത്മാവ്. ആത്മാവില്ലാത്തൊരു സാധനം എങ്ങനെയാണ്? നമസ്കാരത്തെക്കുറിച്ച് മുൻകാല പണ്ഡിതന്മാരൊക്കെ പറഞ്ഞിട്ടുള്ളത്, നമസ്കാരം എന്ന് പറഞ്ഞാൽ അത് ഒരു രാജാവിന് നമ്മൾ കാഴ്ചവെക്കുന്ന ഒരു പെൺകുട്ടിയെ പോലെയാണ്. പണ്ട് കാലത്ത് രാജാക്കന്മാർക്ക് ആളുകൾ പെൺകുട്ടികളെ കാഴ്ചവെക്കും. ഇത് നിങ്ങൾക്ക് എന്ന് പറഞ്ഞിട്ട് രാജാവിന് കൊണ്ടുപോയി കാഴ്ചവെക്കും. അതുപോലെയാണ്. എങ്ങനെയായിരിക്കും ഒരു രാജാവിന് കണ്ണുപൊട്ടിയായ, ഒരു കാല് മുടന്തിയായ, ഒരു കാണാൻ തീരെ ചൊറുക്കില്ലാത്ത, മുടിയില്ലാത്ത, അങ്ങനെ വികൃത രൂപമുള്ള ഒരു പെൺകുട്ടിയെ കൊണ്ട് രാജാവേ ഇതാ സന്തോഷപൂർവ്വം സ്വീകരിച്ചാലും എന്ന് പറഞ്ഞാൽ രാജാവ് ഉടനെ വാളെടുത്തിട്ട് നമ്മളെ പീസാക്കൂലേ? എന്താണ്? ഒരു സമ്മാനം തരുന്ന സാധനത്തിൻ്റെ കോലായി കാണണമെന്ന് ചോദിക്കൂലേ? അതേപോലെ നാം അള്ളാഹുവിന് സമർപ്പിക്കുന്ന ഒരു വലിയ സമ്മാനമാകുന്നു നമസ്കാരം. അതിനാൽ ആ നമസ്കാരം റൂഹില്ലാത്തതാണ് എങ്കിൽ, കയ്യും കാലും ഇല്ലാത്തതാണ് എങ്കിൽ, മുടന്തുള്ളതാണെങ്കിൽ എങ്ങനെ അള്ളാഹു തആല സ്വീകരിക്കുമെന്ന് പണ്ഡിതന്മാർ ചോദിക്കുന്നു. അതിനാൽ പരിപൂർണമായ ആത്മാവ് നിറഞ്ഞ ഒരു വസ്തുവായിട്ടായിരിക്കണം അള്ളാഹു തആലയുടെ മുന്നിൽ നാം എന്ത് ചെയ്യേണ്ടത്? നമസ്കാരം സമർപ്പിക്കേണ്ടത്. ഏകദേശം 1 മണിക്കൂറായി. ഒന്ന് എഴുന്നേറ്റിട്ട് ഇരിക്കണമെങ്കിൽ എഴുന്നേറ്റിരുന്നോ? വെറുതെ ഒന്ന് എഴുന്നേറ്റിട്ട് ഇരുന്നോ? തണുപ്പ് വേണ്ട. തുടങ്ങട്ടെ.
ഞാൻ പറഞ്ഞു നേരത്തെ, ഇസ്ലാം മനുഷ്യൻ്റെ ഹൃദയത്തിനോടാണ് സംസാരിക്കുന്നത്. മനുഷ്യൻ്റെ ചെവിയോടോ കണ്ണിനോടോ അല്ല, ഹൃദയത്തിനോടാണ് സംസാരിക്കുന്നത്. അത് പറഞ്ഞത് വെറുതെ അല്ല കേട്ടോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ സുവരിക്കും വലാ ഇലാ അംവാലിക്കും. അള്ളാഹു നോക്കുന്നത് നിങ്ങളുടെ രൂപത്തിലേക്കോ ഭാവത്തിലേക്കോ നിങ്ങളുടെ സമ്പത്തിലേക്കോ അല്ല. അള്ളാഹ് നോക്കുക, നിങ്ങൾ നമസ്കരിക്കാൻ പോയി നിന്നാൽ, നിങ്ങൾ ജീവിക്കുമ്പോൾ അള്ളാഹ് നോക്കുന്ന അവൻ ഇന്ന് എന്ത് ഡ്രസ്സായിട്ടിരിക്കുന്നതെന്നാ, അവൻ്റെ കോലം, അവൻ്റെ ശരീരം, അവൻ്റെ ഭംഗി, അതല്ല. അള്ളാഹു നോക്കുന്നത്, നമസ്കരിക്കാൻ പോയി നിന്നാൽ പോലും അള്ളാഹു തആല നോക്കുന്നത് വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും, നിങ്ങളുടെ ഹൃദയത്തിലേക്ക്. അപ്പോൾ നമസ്കരിക്കാൻ നിൽക്കുമ്പോൾ ഇവിടേക്കാണ് നോട്ടം വരിക അള്ളാഹുവിൻ്റെ. ഇത് എവിടെയാണ്? ഇത് വീട്ടിലെ അടുക്കളയിലായിരിക്കും, അല്ലെങ്കിലോ ജോലി സ്ഥലത്തായിരിക്കും. ഞാൻ അതിനെപ്പറ്റി വിശദീകരിക്കേണ്ട ആവശ്യമുണ്ടോ? ഈ സാധനം അവിടെ ഇല്ല. നമസ്കരിക്കുന്ന സ്ഥലത്ത് ഇതില്ല. നമസ്കരിക്കുന്ന സ്ഥലത്ത് നമ്മുടെ ശരീരമുള്ളൂ. ശരീരത്തേക്കോട്ട് അള്ളാഹ് നോക്കൂല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞതാണ്, ഇന്നല്ലാഹ ലാ യൻദുറു എന്ന് പറഞ്ഞാൽ അള്ളാഹ് നോക്കില്ല. എവിടേക്ക്? ഇലാ സുവരിക്കും, നിങ്ങളുടെ രൂപത്തിലേക്ക്. നോക്കുക എവിടേക്കാണ്? ഹൃദയത്തിലേക്ക്. ആ ഹൃദയം ഇവിടെ ഇല്ല എങ്കിൽ പിന്നെ നമസ്കരിച്ചിട്ടില്ല. പോകലല്ല നമസ്കാരം, ഹൃദയം പോകലാണ്. ഹൃദയം അവിടെ ചെന്ന് നിൽക്കലാണ് നമസ്കാരം. അപ്പോൾ അല്ലാഹു തആല അവിടേക്കാണ് നോക്കുക. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ മുഅ്മിനൂൻ പല ആളുകളും വായിച്ചിട്ടുണ്ടാവുമല്ലോ, അല്ലേ? ആ സൂറത്ത് തുടങ്ങുന്നത് തന്നെ ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, സത്യവിശ്വാസികൾ ഉറപ്പായും വിജയിച്ചിരിക്കുന്നു. സത്യവിശ്വാസികൾ ഉറപ്പായിട്ടും വിജയിച്ചു, അവർക്ക് പരാജയമേ ഇല്ല. ആരാണ് അവർ? അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, നമസ്കാരത്തിൽ ഖുശൂ ഉള്ളവരായിരിക്കും അവർ. നമസ്കാരത്തിൽ ഹൃദയം അവിടെയായിരിക്കും. പള്ളിയിലാണ് നമസ്കരിക്കുന്നതിൽ പള്ളിയിലായിരിക്കും അവരുടെ ഹൃദയം, വീട്ടിലാണെങ്കിൽ വീട്ടിലായിരിക്കും, നമസ്കരിക്കുന്ന സ്ഥലത്തായിരിക്കും അവരുടെ ഹൃദയം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, ഇന്നർ റജുല ലയുസല്ലി, ഒരു മനുഷ്യൻ ഇങ്ങനെ നമസ്കരിക്കും. കുറേ ആളുകൾ ഇങ്ങനെ നമസ്കരിച്ച് കൂട്ടുന്നുണ്ട്. പള്ളിയിലേക്ക് പോയാൽ 4 റക്അത്താകട്ടെ 8 റക്അത്താകട്ടെ ഇങ്ങനെ നമസ്കരിച്ച് കൂട്ടുന്നുണ്ട്. ഒരുപാട് നമസ്കാരം. നമ്മൾ തന്നെ എണ്ണാൻ പറ്റുമോ? ജീവിതത്തിൽ എത്ര വഖത്ത് നമസ്കരിച്ചെന്ന് എണ്ണാൻ പറ്റുമോ? ഇല്ല. ഇന്നർ റജുല ലയുസല്ലി, മനുഷ്യന്മാരിങ്ങനെ നമസ്കരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ മാലഹു മിൻഹ, ആ നമസ്കരിച്ച് കൂട്ടിയ ഒരു പക്ഷേ ഹിമാലയം പർവ്വതം പോലെ വളർന്ന് അത്രയും വലുപ്പമുള്ള നമസ്കാരങ്ങൾ നിസ്കരിച്ചിട്ടുണ്ടാവും. മാലഹു മിൻഹ, പക്ഷെ ആ നമസ്കാരത്തിൽ നിന്നും അവനക്ക് തിരിച്ചു കിട്ടില്ല. നമസ്കാരത്തിൽ നിന്ന് അവനക്ക് തിരിച്ചു കിട്ടില്ല പരലോകത്ത്. ഇല്ല ഉശ്റുഹ, അവൻ നമസ്കരിച്ചതിൻ്റെ 10% മാത്രം. 10% മാത്രമേ തിരിച്ചു കിട്ടൂ. ബാക്കി 90% പോക്കായിരിക്കും. 10% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10% തിരിച്ചു കിട്ടൂ, ബാക്കി ഒന്നും ഉണ്ടാവില്ല. തുസ്ഉഹ, അല്ലെങ്കിൽ 9/1, സുമനുഹ അല്ലെങ്കിൽ 8/1, സുബ്ഉഹ 7/1. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഇങ്ങനെ എണ്ണി കുറച്ച് കൊണ്ടുവരികയാണ്. ഹുമുസുഹ 5/1, റുബ്ഉഹ 4/1, കാഭാഗം 4/1, സുലുസുഹ 3/1, നിസ്ഫുഹ പകുതി. അത് എന്താണ് അതിൻ്റെ അർത്ഥം? ഖുശൂ കൂടുന്നതിനനുസരിച്ച് നമസ്കാരം ഇങ്ങനെ കൂടുതൽ കിട്ടിക്കൊണ്ടിരിക്കും. ഖുശൂ ഇല്ലെങ്കിലോ 0 ആയിരിക്കും കിട്ടുക എന്ന് മനസ്സിലായില്ലേ? 0 ആയിരിക്കും കിട്ടുക. 10% ചിലപ്പോൾ കിട്ടുകയുള്ളൂ ഖുശൂഇന് അനുസരിച്ച് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, ലൈസ മിൻ സ്വലാത്തിക, നീ നമസ്കരിച്ച നമസ്കാരങ്ങളിൽ നിനക്ക് കിട്ടുക എന്ത് മാത്രമേ ഉള്ളൂ? ഇല്ലാമ അഖൽത, നീ എന്താണോ മനഃപൂർവ്വം പറഞ്ഞത്, നീ എന്താണോ ബുദ്ധി ഉപയോഗിച്ച് അവിടെ പറഞ്ഞത്, നിന്റെ മനസ്സുകൊണ്ട് ഹൃദയം കൊണ്ട് നീ അവിടെ പറഞ്ഞു, അത് മാത്രമേ നിനക്ക് കിട്ടൂ. ഓർമ്മയില്ലാതെ ഒന്നും മനസ്സാന്നിധ്യമില്ലാതെ എന്ത് പറഞ്ഞോ അത് നിനക്ക് കിട്ടില്ല എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. ഇനി ഇതിൻ്റെ പ്രത്യേകതകൾ ഇനിയുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, 5 സ്വലവാത്തിൻ, 5 വഖത്ത് നമസ്കാരങ്ങൾ, ഇഫ്തറലഹുന്ന അല്ലാഹു തആല അത് ഫർളാക്കിയിരിക്കുന്നു. മൻ അഹ്സന വുളൂഅഹുന്ന, ആരെങ്കിലും
ആ 5 വഖത്ത് നമസ്കാരത്തിൻ്റെ വുളു പരിപൂർണമായി പെർഫെക്റ്റായിട്ട് ആരെങ്കിലും വുളു എടുത്തു, എന്നിട്ടോ വസ്വല്ലാഹുന്ന ലി വഖ്തിഹിന്ന, അതിൻ്റെ കറക്റ്റ് ടൈമിൽ അവ നിർവഹിച്ചു. ഇതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ, ഇതൊക്കെ കറക്റ്റാണ്. വ അഥമ്മ റുക്കൂഅഹുന്ന വ ഖുശൂഅഹുന്ന, റുക്കൂഉം ഖുശൂഉം ഒക്കെ പരിപൂർണമായിരുന്നു. പരിപൂർണം എന്ന് പറഞ്ഞാൽ 100% റുക്കൂ, 100% ഖുശൂ. അങ്ങനെയാണ് നമസ്കരിച്ചത് എങ്കിൽ കാന ലഹു അലല്ലാഹി അഹ്ദുൻ, അള്ളാഹുവിന് അവൻ്റെ മേൽ ഒരു ബാധ്യതയുണ്ട്. അള്ളാഹുവിന് ബാധ്യതയുണ്ട്. അൻ യഗ്ഫിറ ലഹു, അവൻ്റെ പാപങ്ങൾ പുറത്തു കൊടുക്കാൻ, പാപങ്ങൾ പുറത്തു കൊടുക്കാൻ അള്ളാഹുവിൻ്റെ മേൽ ബാധ്യതയാണ്. വമൻ ലം യഫ്അൽ, ഇനി ഇപ്പം ഈ പറഞ്ഞ കണ്ടീഷനൊന്നും ഇല്ലാതെയാണ് നമസ്കരിച്ചത് എങ്കിൽ ഫലൈസ ലഹു അലല്ലാഹി അഹ്ദുൻ, അള്ളാഹ്ക്ക് അങ്ങനെ ബാധ്യതയൊന്നുമില്ല. ഇൻഷാ ഗഫറ, അള്ളാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ അള്ളാഹ് പൊറുക്കും. ഇൻഷാ അഅ്ദബഹു, അള്ളാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ശിക്ഷിക്കുകയും ചെയ്യും. കാരണം എന്താ? ബാധ്യത ഇല്ല അവിടെ. ബാധ്യത വരണോ? ഈ പറഞ്ഞ രൂപത്തിൽ, ഈ പെർഫെക്റ്റായ രൂപത്തിൽ ഒതുടുക്കണം, കറക്റ്റ് ടൈമിൽ നമസ്കരിക്കണം. പിന്നെ റുക്കൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റുക്കൂ എന്നതുകൊണ്ട് അവിടെ ഉദ്ദേശിച്ചത് അതിൻ്റെ ഫിസിക്കലായിട്ടുള്ള എല്ലാ ആക്ഷനുകളും പെർഫെക്റ്റ്. പിന്നെ ഖുശൂ, മാനസികമായ ഹൃദയപരമായ കാര്യങ്ങൾ പെർഫെക്റ്റ്. ശാരീരികവും മാനസികവുമായത് പെർഫെക്റ്റ് 100% ആയിട്ട് ആരെങ്കിലും നമസ്കരിച്ചാൽ അള്ളാഹു പുറത്തു തരുമെന്ന് അള്ളാഹുവിൻ്റെ മീതെ എന്തുണ്ട്? ബാധ്യതയായി. അതല്ല എങ്കിൽ ബാധ്യതയില്ല. ചിലപ്പോൾ പുറത്തു തരും, ചിലപ്പോൾ പുറത്തു തരില്ല. ഇനി വേണമെങ്കിൽ നമുക്കൊരു എന്താ പറയുക, ഒരു മത്സരം വെക്കാവുന്ന ഒരു സംഗതിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. എന്താണ്? മൻ തവല്ല. ഇനി ഇവിടെ ആരെങ്കിലും എനിക്കങ്ങനെ പറ്റുമെന്ന് വാദിക്കുമെങ്കിൽ അങ്ങനെ ചെയ്യാം. മൻ തവല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരെങ്കിലും വുളു എടുത്തു, എന്നിട്ടോ ഫഅഹ്സനൽ വുളുഅ, പെർഫെക്റ്റായിട്ട് വുളു എടുത്തു, അതെല്ലാവരും പറയും ഞങ്ങൾക്ക് പറ്റുമെന്ന്. എന്നിട്ടോ സുമ്മ സ്വല്ലാ റക്അതൈനി, എന്നിട്ട് 2 റക്അത്ത് നമസ്കരിച്ചാൽ മതി. വുളു എടുത്തിട്ട് 2 റക്അത്ത് നല്ല പെർഫെക്റ്റായിട്ട് വുളു എടുക്കുക, എന്നിട്ട് 2 റക്അത്ത് നമസ്കരിക്കുക. യുഖ്ബിലു അലൈഹിമ ബിഖൽബിഹി, ആ നമസ്കാരത്തിൽ ഹൃദയം കൊണ്ടായിരിക്കണം മുഖാമുഖം നടത്തേണ്ടത്, ഹൃദയം കൊണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാ യുഹദ്ദിസു ഫീഹിമാ നഫ്സഹു, സ്വന്തം മനസ്സിനോട് ഒരു വാക്ക് പോലും മിണ്ടാതെ, മനസ്സിൽ ഒരു വാക്ക് പോലും മനസ്സിനോട് സംസാരിക്കാതെ, മനസ്സിനോട് സംസാരിക്കാന്നാണ് മനസ്സിലായില്ലേ, ഒന്നും ഓർക്കാതെ ഒരു വാക്ക് പോലും. നമ്മൾ നമസ്കരിക്കാൻ നിന്നാൽ ഒരുപാട് ഡയലോഗുകൾ ഇങ്ങനെ മനസ്സിൽ വരും. നമ്മൾ കേട്ടതും കേൾക്കാത്തതും കേൾക്കാൻ പോകുന്നതുമായ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ വരും. മനസ്സിൻ്റെ പ്രത്യേകത അതാണ്. അതിങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ ഫ്ലഷ് ഔട്ട് ചെയ്തുകൊണ്ടിരിക്കും ഓരോ സംഗതി. അതൊന്നുമില്ലാതെ ലാ യുഹദ്ദിസു ഫീഹിമാ നഫ്സഹു, സ്വന്തം മനസ്സിനോട് ഒരു അക്ഷരം പോലും ഉരിയാടാതെ 2 റക്അത്ത് മതി നമസ്കരിക്കൂ. അങ്ങനെ നമസ്കരിച്ചാൽ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അവൻ ചെയ്ത പാപങ്ങൾ മുഴുവനും പൊറുക്കപ്പെടും. 2 റക്അത്ത്. സൂറത്തുൽ കാഫിറൂൻ ഓതിക്കോ, സൂറത്തുൽ ഇഖ്ലാസ് ഓതിക്കോ. എത്ര സമയം ഉണ്ടാവും? 5 മിനിറ്റ്. 5 മിനിറ്റ് സ്വന്തം ഹൃദയത്തോട്, സ്വന്തം മനസ്സിനോട് സംസാരിക്കാതെ വേറൊരു സ്ഥലത്തേക്കും നിങ്ങൾ ഇന്ന് പോയിട്ട് ട്രൈ ചെയ്ത് നോക്ക്. ഞാൻ 100% ഉറപ്പ് പറയാം, സംഭവിക്കില്ല. ഇന്ന് പോയിട്ട് രാത്രി പോയിട്ട് നിങ്ങൾ 2 റക്അത്ത് ഒരു അക്ഷരം പോലും നിങ്ങൾ സംസാരിക്കരുത്, ഒരു വാക്ക് പോലും നിങ്ങളുടെ മനസ്സിനോട് സംസാരിക്കാതെ വെറും ഹൃദയം കൊണ്ട് അള്ളാഹുവിനോട് മാത്രം സംസാരിക്കുക. അപ്പോൾ ഉസ്താദ് പറഞ്ഞത് എന്ന മനസ്സിൽ ഇപ്പോൾ വരും ഉസ്താദ് പറഞ്ഞത്. അത് ഹൃദയത്തിനോടുള്ള, അത് മനസ്സിനോടുള്ള സംസാരമാണ്. അങ്ങനെ പല സംസാരങ്ങളും വരും മനസ്സിൽ. അതൊന്നുമില്ലാതെ 100% പ്യുവറായി അള്ളാഹുവിനോട് മാത്രം, കൽബ് കൊണ്ട് മാത്രം സംസാരിക്കുക. ഇതൊരു ചാലഞ്ചായിട്ട് എടുക്കുക. അങ്ങനെ ആരെങ്കിലും ചെയ്താൽ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അവൻ്റെ പാപങ്ങൾ പൊറുക്കപ്പെടും, എല്ലാ പാപങ്ങളും. വേറൊരു റിവായത്തിൽ പറയുന്നു ഇല്ലാ വജബത്ത് ലഹുൽ ജന്ന, അവന് സ്വർഗം ഉറപ്പാണ്. അങ്ങനെ 2 റക്അത്ത് നമസ്കരിച്ചാൽ സ്വർഗം. ഇത്രയും പ്രാധാന്യമാണെന്ന് മനസ്സിലായില്ലേ ഇതിൽ നിന്ന്? ഇത്രയും സ്വർഗം ഉറപ്പായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം എഴുതി ഗ്യാരണ്ടി തരുമെങ്കിൽ അതത്രയും പ്രാധാന്യമുള്ളതാണ്. എന്ത്? ഹൃദയ സാന്നിധ്യം എന്ന് മനസ്സിലാക്കുക. ശരി, കുറേ ആയി പ്രസംഗിക്കുന്നു ഹൃദയ സാന്നിധ്യം. ഇതെങ്ങനെ ഉണ്ടാക്കും? അതിന് കുറച്ച് ടിപ്സുകൾ തരാം. അത് ഹൃദയം കൊണ്ട് കേട്ടാൽ മതി, എഴുതിയെടുക്കണ്ട. കാരണം എഴുതിയെടുത്താൽ സംഭവിക്കാൻ പോകുന്നത് ഞാൻ പറഞ്ഞുതരാം.
നിങ്ങൾ എഴുതിയെടുക്കും, വീട്ടിൽ പോയിട്ട് കരുതും, ഇൻഷാ അല്ലാ ഇനി എഴുതിയതനുസരിച്ചൊക്കെ ഒന്ന് നമസ്കരിച്ച് നോക്കണമെന്ന്. 2 കൊല്ലം കഴിഞ്ഞാലും നിങ്ങൾ അങ്ങനെ നമസ്കരിക്കില്ല. കാരണം എന്താ? അതവിടെ റെക്കോർഡഡ് ആണല്ലോ. ഇൻഷാ അല്ലാ ഒരു ദിവസം അങ്ങനെ നമസ്കരിക്കണമെന്ന് കരുതും. അതിനാൽ ഹൃദയം കൊണ്ട് കേൾക്കുക എന്താണ് ചെയ്യേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് ഭൗതികമായിട്ടുള്ള, അതായത് ഫിസിക്കലായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് ചെയ്യുമ്പോൾ ഇത് ചെയ്യാൻ പാടില്ല, അത് ചെയ്യുമ്പോൾ നിസ്കരിക്കാൻ പാടില്ല, അത് ചെയ്യുമ്പോൾ നിസ്കരിക്കാൻ പാടില്ല, നിസ്കരിക്കുമ്പോൾ അത് ചെയ്യാൻ പാടില്ല. അതൊക്കെ എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു? ആ പറഞ്ഞതിൻ്റെ പിന്നിലെ രഹസ്യം നമുക്ക് മനസ്സിലാകുന്നത് നമ്മുടെ ഹൃദയ സാന്നിധ്യം ഇല്ലാതായി പോകും എന്നതിനാലാണ്. ഹൃദയ സാന്നിധ്യം നഷ്ടപ്പെട്ടു പോകും എന്നതിനാലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് ചെയ്യരുത് എന്ന് നമസ്കരിക്കുമ്പോൾ പറഞ്ഞിട്ടുള്ളത്. അതിൽപ്പെട്ട കുറേ കാര്യങ്ങളാണ്, ഒരു 10 കാര്യങ്ങളാണ് പറയുന്നത്. ഒന്നാമത്തേത്, നമസ്കരിക്കാൻ നിൽക്കുമ്പോൾ നമ്മെ ശ്രദ്ധ തെറ്റിക്കുന്ന വസ്തുക്കൾ മുന്നിലുണ്ടാകാൻ പാടില്ല. ഉദാഹരണമായിട്ട് ടി വി ഓൺ ചെയ്ത് വെച്ചിട്ടാണ് അതിൻ്റെ പിന്നിലാണ് നമസ്കരിക്കുന്നത് എങ്കിൽ ടി വിയിൽ പെട്ടെന്ന് സീരിയലിൽ നായകൻ കൊല്ലും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കും സീരിയലിൽ. എന്താ സംഭവിക്കാന്ന് സംവിധായകന് പോലും അറിയാത്ത കാലമാണ്. അപ്പോൾ നമ്മളുടെ ശ്രദ്ധ അങ്ങോട്ടേക്കായി പോകും. അപ്പോൾ നമസ്കാരത്തിൽ നിന്ന് നമ്മുടെ ശ്രദ്ധ തെറ്റിക്കുന്ന ഒരു സാധനം നമ്മുടെ മുന്നിൽ ഉണ്ടാകാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞത്? ഡ്രസ്സിൽ, നമ്മൾ നമസ്കരിക്കുന്ന വസ്ത്രത്തിൽ ചിത്രപ്പണികൾ, വരകൾ ഒന്നും പാടില്ല എന്നും. അതെന്തേ കാരണം? ഞാൻ നമസ്കരിക്കുകയാണെങ്കിൽ എൻ്റെ പിന്നിലത്തെ ആളുടെ ശ്രദ്ധ എൻ്റെ ഷർട്ടിന്മേൽക്ക്, എൻ്റെ ഡ്രസ്സിന്മേൽക്ക് വരും. ചിത്രപ്പണികളുണ്ടെങ്കിൽ, കാരണം വേറെ ഒന്നും ഓർക്കാനില്ല. അപ്പോൾ ഈ ചിത്രങ്ങൾ ചിലപ്പോൾ പാമ്പുകളായിട്ട് മാറി ഇങ്ങനെ പോയി ഒരുപാട് വലിയ ഡിസൈനൊക്കെ ആയി മാറും. നമ്മൾ കാണാത്ത കാർമേഘ കൂട്ടങ്ങൾക്കുള്ളിൽ നിന്ന് ഒരാളിങ്ങനെ എത്തി നോക്കുന്ന അതൊക്കെ തോന്നും. അത് തോന്നിപ്പിക്കാൻ വേറൊരാൾ പിന്നിൽ നിൽക്കണമുണ്ട്. അപ്പോൾ എല്ലാതും തോന്നും. നമ്മൾ കാണാത്ത ഡിസൈനുകളൊക്കെ ചിലപ്പോൾ ഈ ചെമ്മരുമ കാണും നമ്മൾ നമസ്കരിക്കുമ്പോൾ. എന്നിട്ട് വേണേൽ നമസ്കരിച്ചതിന് ശേഷം അങ്ങനെ ഒരു സാധനം അമ്മലുണ്ടോ എന്നൊക്കെ നോക്കേണ്ടി വരും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ മലേൻ്റെ മേലെ നിന്ന് ഒരുപാട് ആൾക്കാർ ചാടുന്നതായിട്ട് ഇങ്ങനെ തോന്നും. വെറുതെ ഡിസൈനാണ്, മാർബിളിൻ്റെ ഡിസൈനായിരിക്കും, പക്ഷേ അതങ്ങനെ തോന്നും നമസ്കരിക്കാൻ നിൽക്കുമ്പോൾ. അതൊക്കെ ശ്രദ്ധിക്കണം. നമ്മളുടെ ശ്രദ്ധ തെറ്റിക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ നമസ്കരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുന്നിൽ ഒരു കർട്ടൻ ഉണ്ടായിരുന്നു. ആ കർട്ടൻ നമസ്കരിച്ച ഉടനെ ആയിഷ റളിയല്ലാഹു അൻഹയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ കർട്ടൻ എടുത്ത് മാറ്റാൻ പറഞ്ഞു. ഇന്നഹ ഖദ് അൽഹത്നി മിൻ സ്വലാത്തി, എൻ്റെ നമസ്കാരത്തിൽ അതെന്നെ അശ്രദ്ധനാക്കിയെന്ന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അശ്രദ്ധനാക്കിയെന്ന് കർട്ടൻ. എങ്കിൽ നമ്മുടെ കാര്യമോ? നമ്മൾ തീരെ മനസ്സാന്നിധ്യം ഇല്ലാത്തവരാണ്. അതും ഇല്ലാത്ത ആളുകൾ ഈ സാധനം കൂടി വെച്ച് കഴിഞ്ഞാൽ മനസ്സാന്നിധ്യം പിന്നെ വരുമോ? ഇല്ല. അതിനാൽ അങ്ങനെ മുന്നിൽ നമ്മുടെ നാം നമസ്കരിക്കുന്നതിൻ്റെ മുന്നിൽ അങ്ങനെ നമ്മുടെ ശ്രദ്ധ തെറ്റിക്കുന്ന ഒന്നും ഉണ്ടാകാൻ പാടില്ല. അതൊക്കെ എടുത്ത് മാറ്റണം. മൂന്നാമത്തേത്, ഭക്ഷണം റെഡി ആയിട്ടുണ്ടെങ്കിൽ പിന്നെ നമസ്കരിക്കാൻ പോകാൻ പാടില്ല. എന്താണ് ആ പറഞ്ഞതിൻ്റെ ഹിക്മത്ത്? എന്താണ്? ഹൃദയ സാന്നിധ്യം കിട്ടില്ല, ഉറപ്പാണ്. കാരണം വിശപ്പുണ്ട്, ഭക്ഷണം നല്ലോണം കഴിക്കാൻ ആഗ്രഹമുണ്ട്, ഭക്ഷണമാണെങ്കിൽ റെഡിയുമാണ്. ഈ മനുഷ്യന് ഹൃദയ സാന്നിധ്യം കിട്ടുമോ? ഇല്ല, ഉറപ്പാണ്. ഹൃദയ സാന്നിധ്യം കിട്ടില്ല. അവൻ്റെ മനസ്സ്, അവൻ്റെ ഹൃദയം ഭക്ഷണത്തിലേക്കായിരിക്കും. ഇതെങ്ങനെയെങ്കിലും തീർത്തിട്ട് 4 റക്അത്ത് എന്നുള്ളത് 2 റക്അത്തായിട്ട് കംപ്രസ് ചെയ്തിട്ട് നിസ്കരിച്ചിട്ട് എങ്ങനെയെങ്കിലും ഭക്ഷണം കഴിക്കാനേ തോന്നുള്ളൂ. അതിനാൽ നമസ്കാര സമയത്ത് ഭക്ഷണം റെഡി ആയിട്ടുണ്ടെങ്കിൽ ഭക്ഷണം കഴിക്കാൻ, എന്നിട്ട് നിസ്കരിക്കാൻ പോകാം. അത് ഇഖാമത്ത് കൊടുത്താൽ പോലും അപ്പം അതിൻ്റെ പ്രാധാന്യമാണ് ഇത്. നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി, അപ്പോഴാണ് ഇഖാമത്ത് കേട്ടത് എങ്കിൽ അവൻ എഴുന്നേറ്റ് പോകരുത്, അവൻ്റെ ആവശ്യം ഇതിൽ നിന്ന് നിർവഹിച്ചിട്ടല്ലാതെ. ഏതിൽ നിന്ന്? ഭക്ഷണത്തിൽ നിന്ന്. അതോടെ ഇപ്പോൾ പോകും, ഇമാമാണെങ്കിൽ ഭയങ്കര സ്പീഡിലാണ്, അതുകൊണ്ട് പെട്ടെന്ന് പോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ എഴുന്നേറ്റ് പോണ്ട. ഇതിലുള്ളത് വയറ് നിറക്കുകയല്ല, അവനവൻ്റെ ആവശ്യം കഴിയുന്നത് വരെ അവനക്ക് എന്തുണ്ടാകാൻ പാടില്ല? ഷഹ്വത്ത് ഉണ്ടാവാൻ പാടില്ല. ഭക്ഷണത്തിനോടൊരു ആർത്തി അല്ലെങ്കിൽ ആഗ്രഹം മനസ്സിൽ വെച്ചിട്ട് പോകാൻ പാടില്ല. അത് കഴിച്ചിട്ടേ എഴുന്നേറ്റ് പോകാൻ പാടുള്ളൂ. ലാ സ്വലാത്ത ബി ഹളറത്തി ത്വാം, ഭക്ഷണം ഹാജരായ പിന്നെ നമസ്കാരം ഇല്ല. അതുകൊണ്ട് അർത്ഥമാക്കണത് മനസ്സിലായില്ലേ? എന്താണ്? നമ്മുടെ ഹൃദയം അവിടെ സന്നിഹിതനാകണം എന്നുള്ളത് തന്നെയാണ്. അതേപോലെ നാലാമത്തേത്, നമസ്കരിക്കാൻ
പോകുന്ന സമയത്ത് മലമൂത്ര വിസർജന ശങ്കയുണ്ട് എന്ന് കരുതാം, പാടില്ല പോകാൻ, നമസ്കരിക്കാൻ പോകാൻ പാടില്ല. മലമൂത്ര വിസർജന ശങ്ക, ഒന്നിനോ രണ്ടിനോ പോകണമെന്ന് തോന്നുന്നുവെങ്കിൽ പോയി നമസ്കരിക്കരുത്. ആദ്യം ആ കാര്യം നടത്തണം, എന്നിട്ടേ എന്ത് ചെയ്യാൻ പാടുകയുള്ളൂ, നമസ്കരിക്കാൻ പോവാൻ പാടുള്ളൂ. നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ യുസല്ലി ഹുവ ഹാക്കിനുൻ ഔ ഹാക്കിബുൻ. ഹാക്കിനോ ഹാക്കിബോ ആയിക്കൊണ്ട് നമസ്കരിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയിരിക്കുന്നു. അതായത് ഒന്നിനും രണ്ടിനുമുള്ള ശങ്കയുണ്ടെങ്കിൽ പോയി നമസ്കരിക്കരുത്. അത് കഴിഞ്ഞ് സമാധാനപൂർവം പോയിട്ട് നമസ്കരിക്കുക, എന്നാലേ ഹൃദയം അവിടെ ഉണ്ടാവൂ. അതേപോലെ അഞ്ചാമത്തേത്, ഉറക്കം വരുന്നുണ്ട് എങ്കിൽ നമസ്കരിക്കരുത്. ഇദാ നഅസ അഹദുക്കും ഫി സ്വലാത്തി, നമസ്കരിക്കുന്ന സമയത്ത് ആർക്കെങ്കിലും ഉറക്കം വരുന്നുണ്ടെങ്കിൽ ഫൽയനം, പോയി ഉറങ്ങുക. ഹത്താ യഅലമ മാ യഖൂലു, പറയുന്നത് എന്താണെന്ന് തിരിയുന്നത് വരെ. അപ്പോൾ പറയുന്നത് തിരിയണമെങ്കിൽ എന്ത് വേണം? ഹൃദയം വേണമല്ലോ. അതുവരെ പോയി കിടന്നുറങ്ങണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതിലും അർത്ഥമാക്കുന്നത് എന്താണ്? ഹൃദയ സാന്നിധ്യം വേണം എന്ന് തന്നെയാണ്. എന്ന് കരുതി ഒരിക്കലും ഉറക്കം തീരാത്ത ആൾ എനിക്ക് എത്ര ഉറങ്ങിയാലും മതിയാവണില്ല, അതുകൊണ്ട് നിസ്കരിക്കാതിരിക്കാൻ പറ്റുമോ? അത് പറ്റില്ല. നിസ്കരിക്കാൻ നിൽക്കുന്ന സമയത്ത് ആടിപ്പോകുമെന്ന് ഉറപ്പാണ്, പറയുന്നത് എന്താണെന്ന് മനസ്സിലാവില്ല എന്ന് ഉറപ്പാണ്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? അത് തിരിയുന്നത് വരെ, അങ്ങനെ ഒരു സ്റ്റേജിലേക്ക് എത്തുന്നത് വരെ പോയി കിടന്നുറങ്ങിയിട്ട് വന്ന് നമസ്കരിക്കണം. അതല്ലാതെ നമസ്കരിച്ചിട്ട് കാര്യമില്ല. വെറുതെ ഫിസിക്കൽ ആക്ഷൻ അല്ല അല്ലാഹു തആല നമസ്കാരം കൊണ്ട് നമ്മിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്. അതേപോലെ ആറാമത്തേത്, വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുടെ പിന്നിൽ നിന്ന്, അല്ലെങ്കിൽ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന ആളുടെ പിന്നിൽ നിന്നുകൊണ്ട് നമസ്കരിക്കാൻ പാടില്ല. വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുടെ വർത്തമാനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ പോകും. അവർ ചിലപ്പോൾ ആയിഷക്കുട്ടിനെ കുറിച്ചുള്ള കുറ്റമായിരിക്കും പറയേണ്ടത്, അതും എനിക്കൊന്ന് കേൾക്കണം എന്ന് ചിലപ്പോൾ നമ്മൾ ചെവി കൂർപ്പിച്ച് പോകും. നമ്മളിതുവരെ കേട്ടിട്ടില്ലാത്ത ഒരുപാട് പരദൂഷണങ്ങളുടെ കഥയായിരിക്കും അവർ പറയണത്. അല്ലെങ്കിൽ എന്തെങ്കിലും നാം കേട്ടതോ കേൾക്കാത്തതോ, നാം കേട്ട സംഗതി തന്നെ ചിലപ്പോൾ വേറെ റിവായത്ത് പ്രകാരമായിരിക്കും പറയണത്. അപ്പോൾ അതങ്ങനെയല്ലല്ലോ ഇങ്ങനെയാണെന്നൊക്കെ നമ്മുടെ ശ്രദ്ധ അതിലേക്ക് പോകും. അതിനാൽ വർത്തമാനം പറയുന്നവരെ പിന്നിലിരുന്നു കൊണ്ട് നമസ്കരിക്കരുത്. അതേപോലെ ഉറങ്ങിക്കിടക്കുന്നവരുടെ പിന്നിൽ നിന്ന് നമസ്കരിച്ചാൽ ഒരു പക്ഷേ അവർ ഉറക്കത്തിലാണല്ലോ, അവർക്ക് ബോധമില്ലല്ലോ, അവരൊരു പക്ഷേ അവരുടെ ഔറത്ത് വെളിവാകുമ്പോൾ നമ്മൾ ചിലപ്പോൾ നോക്കിപ്പോകും. അപ്പം നമ്മുടെ ശ്രദ്ധ തെറ്റും. അതിനാൽ ഉറങ്ങുന്നവരുടെയും വർത്തമാനം പറയുന്നവരുടെയും പിന്നിൽ നിന്നുകൊണ്ട് നമസ്കരിക്കാൻ പാടില്ല. അതേപോലെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും കേട്ടോ. അതായത് ചില ആളുകൾ എന്നല്ല, ഒരു 90% ആളുകളും ദുആ പറയുന്നത്, ദിക്റുകൾ പറയുന്നത് ഒരു തരം പറച്ചിലാണ്, അങ്ങനെയാണ് പറയുന്നത്. അതിങ്ങനെ ആ പ്രാർത്ഥന എങ്ങനെയെങ്കിലും അങ്ങോട്ട് പറഞ്ഞൊപ്പിക്കലാണ് യഥാർത്ഥത്തിൽ. തശ്വീഷ്, അങ്ങനെ ഉറക്കങ്ങനെ പറയും, ഒരു മൂളലിങ്ങനെ പുറത്തേക്ക് വരും. അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. എന്തേ കാരണം? മറ്റുള്ള അടുത്തൊരാൾ നിന്ന് നമസ്കരിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിനും എന്ത് സംഭവിക്കും? ഇത് ഡിസ്റ്റർബൻസ് ആവും ഈ പറയുന്നത്. അതേപോലെ ഇൻഷാ അല്ലാഹ് നമ്മൾ നമസ്കാരത്തിൻ്റെ ഉള്ളിലേക്ക് പോകുമ്പോൾ മനസ്സിലാവും, അങ്ങനെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല എന്ന് മനസ്സിലാവും. പറയേണ്ടത് ഹൃദയം കൊണ്ടാണെന്ന് നമുക്ക് മനസ്സിലാവും. ഈ വായു കൊണ്ട് പറയുന്നതല്ല, വായു കൊണ്ട് പറയണം, പക്ഷേ വായു കൊണ്ട് പറയുന്നതല്ല കാര്യം, ഹൃദയമാണ് വേണ്ടത് എന്ന് മനസ്സിലാക്കുക. അതേപോലെ ശ്രദ്ധിക്കേണ്ടുന്ന 8ാമത്തെ കാര്യം, പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമല്ലോ നമസ്കാരത്തിൽ, അത് തെർത്തിൽ മുറത്തലായിട്ടായിരിക്കണം ഓതേണ്ടത്. അതായത് ശ്രവണസുന്ദരവും വളരെ സാവധാനവും. വളരെ സാവധാനം എന്ന് പറഞ്ഞാൽ തെർത്തിൽ എന്ന് പറഞ്ഞൊരു പരിധിയുണ്ട്. വളരെ സ്പീഡുമല്ല, വളരെ സാവധാനവുമല്ല, ഒരു മീഡിയം ലെവലിലേ ഓതാൻ പാടുള്ളൂ. കാരണം ഇപ്പോൾ ചില സൂറത്തുകളൊക്കെ നമ്മളോട് ഓതാൻ പറഞ്ഞു കഴിഞ്ഞാൽ സ്പീഡിലല്ലാതെ നമുക്ക് ഓതാൻ പറ്റൂല. കാരണം നമ്മൾ അങ്ങനെ ശീലിച്ചിട്ടുള്ളത്. സാവധാനത്തിൽ ഓതിയാൽ തെറ്റും. ഇപ്പോൾ കുലിയായോൽ കാഫിറൂൻ പതുക്കൊന്ന് ഓതിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റും എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം എന്താണ്? അതാ ഫ്ലോയിൽ അങ്ങോട്ട് പോയാലേ കിട്ടുള്ളൂ. അതിനാൽ തെർത്തീലോട് കൂടിയിട്ടായിരിക്കണം, എല്ലാ തജ്വീദ് നിയമങ്ങളും അനുസരിച്ച് മുറത്തിലായിട്ടായിരിക്കണം പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യേണ്ടത്. വളരെ സ്പീഡിൽ ഓതരുത്. ഇന്നിപ്പോൾ ളുഹർ നമസ്കരിക്കാൻ പോവാണല്ലോ. ളുഹർ നമസ്കരിക്കാൻ പോകുമ്പോൾ ചിലപ്പോൾ കുൽഹു അല്ലാഹു അഹദോ ഏതെങ്കിലും ചെറിയ സൂറത്തുകളായിരിക്കുമല്ലോ ഓതുന്നത്. ആ ചെറിയ സൂറത്തുകൾ സാവധാനം ഒന്ന് ഓതി നോക്കുക, വളരെ സാവധാനം. അതേപോലെ ഫാത്തിഹയും ഓതുമല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഫാത്തിഹയെക്കുറിച്ച്
ഉമ്മു സലമ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയായിരുന്നു. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഓത്ത് ഫാത്തിഹ കാന യഖിഫു ഇൻദ കുല്ലി ആയ, ഓരോ ആയത്തുകൾ കഴിയുമ്പോഴും അവിടെ നിർത്തുമായിരുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം. അങ്ങനൊക്കെ ലോഹറിസ്കരിച്ച അരമണിക്കൂർ പിടിക്കൂലേ ഉസ്താദേ എന്ന് ചോദിക്കൂ. അങ്ങനെയാണ് നമസ്കരിക്കേണ്ടത്. അതായത് ഓരോ ആയത്തുകൾ നിർത്തി 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 അങ്ങനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിച്ചത്. പിന്നെ നമുക്ക് നമസ്കരിക്കുന്നതുകൊണ്ട് എന്താ പ്രശ്നം? അങ്ങനെയല്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിച്ച മാതിരിയല്ല നമ്മൾ നമസ്കരിക്കേണ്ടത്. അപ്പോൾ ഓരോ സൂറത്തുകളാകട്ടെ പിന്നെ ഫാത്തിഹയാകട്ടെ ഒക്കെ നിർത്തി 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 ഓതുക. 9-ാമത്തേത് ദിക്റും ദുആവും ഇതേപോലെ തന്നെ പതുക്കെ പറഞ്ഞാൽ മതി. അതിനൊന്നും കൂടി പഠിക്കേണ്ടി വരും. കാരണം ഇപ്പം പഠിച്ചതനുസരിച്ച് നമുക്ക് സ്ലോയിൽ പറയാൻ പറ്റില്ല. കാരണം എന്താ, ഇപ്പം നമ്മൾ സ്പീഡിൽ പറഞ്ഞ് ശീലിച്ചത് കൊണ്ട് സ്ലോയിൽ പറയണമെങ്കിൽ നോക്കി പഠിക്കേണ്ടി വരും. അപ്പോൾ ഇപ്പം അത്തഹിയാത്തുൽ മുബാറക സ്വലവാത്ത് തയ്യിബാത്തുലില്ലാഹി അസ്സലാമു അലൈക അയ്യുഹൻ നബി അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. അത്തഹിയാത്തുൽ മുബാറകാത്ത് സ്വലവാത്തു തയ്യിബാത്തു ലില്ലാ എന്നൊക്കെ പറയുമ്പോൾ ഹൃദയത്തിൽ നിന്നൊരു ശ്വാസം അങ്ങോട്ട് പോകണം. അതെന്ത് പോകണം? അത് ഇൻഷാ അല്ലാഹ് തഹിയ്യാത്തിലേക്ക് എത്തുമ്പോൾ നമ്മൾ പറയാം. അങ്ങനെ ആ സ്റ്റേജിലേക്ക് നിങ്ങൾ എത്തിയാൽ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നൊരു ശ്വാസം കൊണ്ട് പുറത്തേക്ക് പോകും. കാരണം അതിൻ്റെ പ്രത്യേകത അങ്ങനെയാണ്. ആ തഹിയ്യാത്തിൻ്റെ പ്രത്യേകത ഭയങ്കരമാണ്. അപ്പോൾ ആ ദുആകൾ, തഹിയ്യാത്തിന് ശേഷമുള്ള ദുആകൾ, ദിക്റുകൾ ഒക്കെ വളരെ സാവധാനം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോ അള്ളാഹുവോ നിങ്ങളെല്ലാ ദുആയും പറയണമെന്ന് പറഞ്ഞിട്ടില്ല. 1-2 ദുആ മാത്രം മതി. പക്ഷെ ആ പറയുന്നത് എന്തായിരിക്കണം? ഹൃദയ സാന്നിധ്യത്തോടു കൂടി പറയണം. അപ്പോൾ അല്ലാഹു തആല നമ്മൾ ഒരു ഏകദേശം ഒരു കോടിക്കണക്കിന് അള്ളാഹുവിനെ സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞു എന്ന് വിചാരിക്കാം. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, വലാ ഇലാഹ ഇല്ലല്ലാഹ്, പിന്നെ വലാ ഹൗല വലാ ഖുവത ഇല്ലാ, 1 കോടി തവണ നമ്മൾ പറഞ്ഞു, കോടിക്കണക്കിന് തവണ നമ്മൾ പറഞ്ഞു. ഈ പറഞ്ഞതിൽ ഒന്നിലും ഹൃദയം ഉണ്ടായിരുന്നില്ല. ഹൃദയ സാന്നിധ്യം ഇല്ലാതെയാണ് നമ്മളിങ്ങനെ ബസ്സിൽ പോകുമ്പോൾ ഇങ്ങനെ സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞു. അവിടെ അപ്പുറപ്പുറത്തെ ആൾക്കാരൊക്കെ വർത്താനം പറഞ്ഞുകൊണ്ടും അപ്പോഴും എന്ത് പറഞ്ഞു, ന്യൂസ് കണ്ടുകൊണ്ടിരിക്കുമ്പോഴും സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞു. ഹൃദയം ഇല്ലാതെയാണ് അള്ളാഹുവിനെ ദിക്ർ ചെയ്തത് എന്ന് കരുതുക. അങ്ങനെ 1 കോടി തവണ പറയുന്നതാണോ നിങ്ങൾക്കിഷ്ടം? അതല്ല ഹൃദയം തട്ടിക്കൊണ്ട് അൽഹംദുലില്ലാഹ് എന്ന് 1 തവണ പറയുന്നതാണോ നിങ്ങൾക്കിഷ്ടം? പറയ്. നിങ്ങളുടെ ഇഷ്ടമാണ് ചോദിക്കുന്നത്. എന്നെ ബോധ്യപ്പെടുത്താൻ വേണ്ടി നിങ്ങൾ പറയണ്ട. 1 കോടി തവണ പറയണം. 1 കോടി തവണ എനിക്ക് അൽഹംദുലില്ലാഹ് സുബ്ഹാനല്ലാഹ് എന്ന് പറയണം എന്നാണോ നിങ്ങൾ കരുതുന്നത്? ഹൃദയമില്ലാതെ കേട്ടോ, ഹൃദയ സാന്നിധ്യമില്ലാതെ. അതോ 1 തവണയെങ്കിലും സുബ്ഹാനല്ലാഹ്, ആ 1 തവണ ഹൃദയം കീറി മുറിച്ച് പുറത്തേക്ക് വരുന്നതായിരിക്കണം അല്ലേ? എങ്കിൽ അല്ലാഹു തആല അതല്ലേ ഇഷ്ടപ്പെടുന്നുള്ളൂ നമ്മളിൽ നിന്ന്. അതിനാൽ കോടിക്കണക്കിന് അമലുകൾ വേണ്ട, 1-2 എണ്ണം മതി. പക്ഷെ ആ ചെയ്യുന്ന അമലുകൾ എന്താകണം? പരിപൂർണമായി ഹൃദയം നിറഞ്ഞത് ആയിരിക്കണം. അപ്പോൾ ദിക്റുകളും ദുആകളും എണ്ണം കൂട്ടാതെ എന്ത് കൂട്ടുക? സാവധാനം പറയുക, സാവധാനത്തിൽ പറയുക. 10-ാമത്തേത്, നമ്മൾ ദിക്റും ദുആകളും പറയുമ്പോൾ, നമസ്കാരത്തിൽ ദിക്റും ദുആയും പറയുമ്പോൾ അത് മാത്രമായിരിക്കണം നമ്മുടെ ശ്രദ്ധ. അതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക, ആ പറയുന്നത് മാത്രം. ഇപ്പോൾ അത്തഹിയാത്ത് മുബാറകാത്ത് സ്വലവാത്ത് തയ്യിബാത്ത് അതിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് നോക്ക്. മനസ്സ് ക്രമേണ, 1 ദിവസം കൊണ്ടല്ല കേട്ടോ, ക്രമേണ എന്താകും? നമ്മുടെ നിയന്ത്രണത്തിൽ വരും. ക്രമേണ നമ്മുടെ നിയന്ത്രണത്തിൽ. കാരണം എന്താ? നമ്മൾ പർപ്പസ്ലി ഓരോന്നും മനസ്സിനെ നിയന്ത്രിക്കാൻ പഠിക്കുകയാണ്. മനസ്സിനെ അങ്ങനെയാണ് നിയന്ത്രിക്കേണ്ടത്. ഒരു സ്വിച്ച് ഇട്ടതുകൊണ്ട് മനസ്സ് നിയന്ത്രണത്തിനകത്താകൂല. എന്ത് വേണം? ഒരുപാട് പരിശ്രമങ്ങൾ വേണം. നമുക്കറിയാവുന്നതാണ്, നീന്തൽ പഠിക്കാൻ ഒരാൾക്കും എഴുതിയത് കൊണ്ടോ വായിച്ചത് കൊണ്ടോ പഠിക്കില്ല. സൈക്കിൾ ചവിട്ടാൻ പഠിക്കുക എഴുതിയത് കൊണ്ടോ വായിച്ചത് കൊണ്ടോ പഠിക്കില്ല. തിയറി വായിച്ചുകൊണ്ട് പറ്റില്ല, സൈക്കിൾ ചവിട്ടി തന്നെ പഠിക്കണം. അപ്പോൾ വീഴും അല്ലേ? 1 ദിവസം കൊണ്ട് സൈക്കിൾ ചവിട്ടി പഠിച്ച ആരെങ്കിലും ഉണ്ടോ? ഇല്ല. 1 നേരം കൊണ്ട് നേരെ കയറി ഇരുന്ന് സൈക്കിളാണ്ട് ചവിട്ടിപ്പോയ ആൾക്കാരുണ്ടോ? ഇല്ല. വീഴും, തെറ്റും. അതിനാൽ
പരിശ്രമത്തിലൂടെ മാത്രമേ ഹൃദയ സാന്നിധ്യം നമുക്കെടുക്കാൻ കഴിയുകയുള്ളൂ. അത് ശ്രദ്ധിക്കുക. 11ാമത്തെ കാര്യം, ഹൃദയത്തിലേക്ക് മാത്രമേ ശ്രദ്ധിക്കാൻ പറ്റൂ. അത് ഈ പറഞ്ഞ ഒരു എക്സസൈസാണ്. അതായത് ഹൃദയത്തിലേക്ക് മാത്രം നമ്മൾ നോക്കുക, വേറെ ചിന്തകളൊന്നും വരാതെ. കുറച്ച് ദിവസം കുറച്ച് പ്രശ്നം ഉണ്ടാവും. ഒരു റക്കായത്ത് അല്ലെങ്കിൽ ഒരു 2 മിനിറ്റൊക്കെ അത് കിട്ടുള്ളൂ. ആദ്യത്തെ ദിവസം 2 മിനിറ്റേ കിട്ടുള്ളൂ. പിന്നെ നമ്മൾ തന്നെ അറിഞ്ഞിട്ടുണ്ടാവില്ല നമസ്കാരം കഴിഞ്ഞതൊന്നും. പക്ഷേ അടുത്ത ദിവസം അത് 4 മിനിറ്റ് ആക്കണം, പിറ്റത്തെ ദിവസം അതൊരു 5 മിനിറ്റ്, അങ്ങനെ ഒരു ദിവസം ഒരു റക്കായത്ത് മുഴുവനായിട്ടും കിട്ടിയിട്ടുണ്ടാവും ഹൃദയ സാന്നിധ്യം. പിന്നെ ഒരു ആഴ്ച കഴിഞ്ഞിട്ടായിരിക്കും അടുത്ത റക്കായത്ത് കൂടി കിട്ടുക. അങ്ങനെ പരിശ്രമിച്ച് നേടുക. എന്തിന് പരിശ്രമിക്കണം, എന്തിന് ചെയ്യണം? അങ്ങനെ നമസ്കരിച്ചിട്ടേ കാര്യമുള്ളൂ. ഇല്ലാമ അകൽ തമിൻഹ, നിന്റെ നമസ്കാരത്തിൽ നിന്ന് നിനക്ക് തിരിച്ചു കിട്ടുന്നത് നീ എന്താണോ അതിൽ നിന്ന് മനസ്സിലാക്കിയത്, ഹൃദയപൂർവ്വം പറഞ്ഞത്, അത് മാത്രമേ ഉള്ളൂ എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞ കാര്യം ഓർക്കുക. അതാണ് 2ാമത്തെ കാര്യം. ഇനി അടുത്തത് ഒരു വലിയ വിഷയമാണ്. അത് തുടങ്ങണമെങ്കിൽ 1 മണിക്കൂർ 1.5 മണിക്കൂർ വേണ്ടി വരും. നിർത്തല്ലേ? ഇൻട്രഡക്ഷൻ കൊടുക്കാം ഇൻഷാ അല്ലാഹ്. അടുത്തത് ഒരു വികാരമാണ് ഉണ്ടാകേണ്ടത്. അടുത്തത് ഇതിഞ്ഞ് ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ കാര്യമുണ്ടല്ലോ, അതായത് ഹുലൂറുൽ ഖൽബ്, ഹൃദയ സാന്നിധ്യം എന്ന് പറയുന്ന സംഗതി, അത് തീർച്ചയായിട്ടും എന്തായിരിക്കണം? ഓരോരുത്തരും ട്രൈ ചെയ്യണം, ഓരോരുത്തരും പരിശ്രമിക്കണം. ഞാൻ പരിശ്രമിക്കാതെ എനിക്ക് കിട്ടില്ല, എൻ്റെ ഉമ്മ പരിശ്രമിച്ചുകൊണ്ട് എനിക്ക് കിട്ടില്ല, എൻ്റെ ഉപ്പ പരിശ്രമിച്ചുകൊണ്ട്, എൻ്റെ മക്കൾ പരിശ്രമിച്ചതുകൊണ്ട്, എൻ്റെ ഭാര്യ പരിശ്രമിച്ചുകൊണ്ട് അല്ല, ലോകത്തുള്ള എല്ലാവരും പരിശ്രമിച്ചു, എനിക്ക് കിട്ടില്ല. എന്തില്ലാതെ? ഞാൻ പരിശ്രമിക്കാതെ. ഞാൻ സൈക്കിൾ ചവിട്ട് പഠിക്കണമെങ്കിൽ ലോകത്തുള്ള എല്ലാവരും സൈക്കിൾ ചവിട്ടിക്കൊണ്ട് ഞാൻ പഠിക്കുമോ? ഞാൻ തന്നെ ചെയ്യണം. അതിനാൽ നിങ്ങൾക്ക് ആ സ്റ്റേജിലേക്ക് എത്തണമെങ്കിൽ നിങ്ങൾ തന്നെ ആ രൂപത്തിൽ നിങ്ങൾ തന്നെ പ്രാക്ടീസ് ചെയ്യണം, നിങ്ങൾ തന്നെ ട്രൈ ചെയ്യണം. 2ാമത്തെ കാര്യം അൽ ഹൈബ. ഹൈബ എന്ന് പറയുന്ന ഒരു വികാരം നമസ്കരിക്കാൻ നിൽക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക്, നമ്മുടെ ഹൃദയത്തിലേക്ക് വരണം. അതെങ്ങനെ വരുത്തും എന്നുള്ളത് ഇൻഷാ അല്ലാഹ് പറയാം. അതെന്താണ് യഥാർത്ഥത്തിൽ? ഹൈബ എന്ന് പറഞ്ഞാൽ അറിഞ്ഞ് ഭയത്തോടു കൂടിയിട്ടുള്ള നിൽപ്പിനെയാണ്, ഭയം ഉണ്ടാകുന്നതിനെ കുറിച്ചാണ് ഹൈബ എന്ന് പറയാം. എന്താണ് ഹൈബ? ഹൈബ എന്ന് പറഞ്ഞാൽ ഒരു 3 സ്റ്റേജുകൾ കഴിഞ്ഞിട്ട് എത്തുന്ന ഒരു സ്റ്റേജാണ് യഥാർത്ഥത്തിൽ ഹൈബ. അള്ളാഹുവിനെ പേടിയുണ്ടോ ഇവിടെ ഉള്ളവർക്ക്? ഉണ്ടോ? എന്താണ് അള്ളാഹുവിനെ പേടി? അള്ളാഹുവിനെ എന്താണ് നിങ്ങൾക്ക് പേടി? പറയും. എനിക്കും പേടിയുണ്ടായിരുന്നു. ശിക്ഷ അല്ലേ? അള്ളാഹ് ശിക്ഷിക്കുമെന്ന പേടിയാണ് യഥാർത്ഥത്തിൽ നമുക്ക് അള്ളാഹുവിനോടുള്ളത്. ഒരാൾ നമ്മെ ഉപദ്രവിക്കുമെന്ന് നമ്മൾ കരുതിയാൽ നാം അയാളുമായിട്ട് അടുക്കുമോ അകലുമോ? അകലല്ലുള്ളൂ. സത്യത്തിൽ അതാണ് സംഭവിച്ചിട്ടുള്ളത്. നമ്മൾ അള്ളാഹുവുമായിട്ട് അടുത്തിട്ടില്ല, കാരണം നമുക്ക് അള്ളാഹുവിനെ പേടിയാണ്. തമാശയായിട്ട് പറയാറുണ്ട്, പള്ളിയിലേക്ക് പോകാത്ത ഒരാളോട് ചോദിച്ചു, എന്തേ പള്ളിക്ക് വരാത്ത? ഞാൻ പള്ളിക്ക് വരില്ല, എനിക്ക് അള്ളാഹിനെ പേടിയാണ്. തമാശയാണ്, സത്യത്തിൽ അത് കാര്യമാണ്, യാഥാർത്ഥ്യമാണ്. നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിൽ അള്ളാഹുവിന് സ്ഥാനമില്ല. അള്ളാഹുവിനെ നമ്മൾ പേടിക്കുന്നത് അസ്ഥാനത്താണ്, യഥാർത്ഥ പേടിയല്ല. അള്ളാഹ് എന്നെ പിടിച്ച് ശിക്ഷിക്കുമെന്ന പേടിയാണ് യഥാർത്ഥത്തിൽ നമ്മൾ പേടിക്കുന്നത്. അതല്ല അള്ളാഹുവിനെ പേടിക്കേണ്ട പേടി. തെറ്റിപ്പോയി. നമ്മൾ കണ്ണൂരിലേക്ക് പോകുന്ന NH കയറിയിട്ട് ഡയറക്ഷൻ മാറിയാൽ എന്ത് സംഭവിക്കും? റൂട്ട് തന്നെയാണ്, കണ്ണൂരിലേക്ക് പോകുന്ന റോഡ് തന്നെയാണ്. പക്ഷേ അങ്ങോട്ടേക്ക് പോകുന്നതിന് പകരം നമ്മൾ ഡയറക്ഷൻ ഇങ്ങോട്ടേക്കായി. എങ്ങോട്ടേക്ക് എത്തും? നമ്മൾ വളാഞ്ചേരിയിലേക്ക് എത്തും, കുറ്റിപ്പുറത്തേക്ക് എത്തും, ഇല്ലേ? കണ്ണൂരിലേക്ക് എത്തുമോ? കുറേ ദൂരം പോയിട്ട് ഞാൻ കണ്ണൂർ റോട്ടിൽ തന്നെ എത്രയോ നേരമായി നടക്കണം, എന്നിട്ട് എന്താ കണ്ണൂർ എത്തണില്ലല്ലോ എന്ന് പറഞ്ഞാൽ എത്തുമോ? ഡയറക്ഷൻ മാറിപ്പോയി. അതേപോലെ അള്ളാഹിനെ പേടിയുണ്ട്,
പേടിക്കേണ്ട വിധമല്ല. അതാണ് യാ അയ്യുഹല്ലദീന ആമനൂ ഇത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി. എങ്ങനെയാണോ അള്ളാഹുവിനെ പേടിക്കേണ്ടത് അങ്ങനെ പേടിക്കണം. അള്ളാഹുവിനെ പേടിക്കേണ്ടത് അള്ളാഹുവിൽ നിന്ന് ഓടാനല്ല, അള്ളാഹുവിലേക്ക് ഓടാൻ വേണ്ടിയിട്ടാണ്. ഫഫിറു ഇലല്ലാ, നിങ്ങൾ അള്ളാഹുവിലേക്ക് ഓടുവിൻ. എങ്ങനെയാണ് നമുക്ക് പേടിയുള്ള ഒരാളിലേക്ക് നമ്മളെങ്ങനെയാണ് അദ്ദേഹത്തെ ആ ആളെ പേടിക്കുമ്പോൾ ആ ആളിലേക്ക് എങ്ങനെ നമുക്ക് ഓടാൻ പറ്റുക? ഇല്ല. പാമ്പിനെ പേടിയുണ്ട്, പട്ടിയെ പേടിയുണ്ട്, നരകത്തെ പേടിയുണ്ട്, അങ്ങനെ പേടിയുള്ള പലതുണ്ടല്ലോ. ആ പേടിയുള്ളതിലേക്കൊക്കെയാണോ നമ്മൾ ഓടാറ്, അതോ അതിൽ നിന്നാണോ? അതിൽ നിന്നാണ് ഓടാറ്. പിന്നെ എങ്ങനെ അള്ളാഹുവിൻ്റെ കാര്യത്തിൽ മാത്രം അള്ളാഹുവിലേക്ക് ഓടാൻ പറയുന്നു? അത് നമ്മൾ അള്ളാഹുവിനെ പേടിക്കേണ്ടുന്ന വിധം തെറ്റിപ്പോയി. അള്ളാഹുവിനെ പേടിക്കുന്നുണ്ട്, അള്ളാഹുവിനെ പേടിക്കേണ്ടുന്ന വിധം തെറ്റിപ്പോയി. അപ്പോൾ അള്ളാഹുവിനെ പേടിക്കണം. എങ്ങനെ പേടിക്കണം? അള്ളാഹുവിനെ പേടിക്കേണ്ടത് ഇൻഷാ അല്ലാഹ് ആ വിഷയം ഇതിന് ശേഷമുള്ള വിഷയത്തിലാണ് വരുന്നതെങ്കിലും ഇവിടെ വെച്ച് പറയുകയാണ്. അള്ളാഹുവിന് എന്നെ വേണ്ടാതെ ആകുമോ എന്നാണ് പേടിക്കേണ്ടത്. അള്ളാഹു എന്നെ കൈവിടുമോ എന്നാണ് പേടിക്കേണ്ടത്. അള്ളാഹു എന്നെ പരിഗണിക്കാതെ വിടുമോ എന്നാണ് പേടിക്കേണ്ടത്. അപ്പോഴേ നമ്മൾ എന്ത് ചെയ്യൂ? അള്ളാഹുവിലേക്ക് ഓടൂ, അല്ലേ? അള്ളാഹു എന്നെ ശിക്ഷിക്കുമോ എന്ന് ഭയന്നാൽ അള്ളാഹുവിലേക്ക് ഓടാൻ തോന്നില്ല നമ്മുടെ ഹൃദയത്തിന്. നമ്മൾ പറയാൻ നമുക്ക് യാതൊരു പ്രശ്നവുമില്ല, എന്ത് വേണമെങ്കിലും പറയാം. എനിക്ക് അങ്ങനെ പലതും പറയാൻ പറ്റും. ഞാൻ ജന്നാത്തുൽ ഫിർദൗസിൻ്റെ ഉടമസ്ഥനാണ് നടക്കുന്ന നമുക്ക് പറയാം, വാചകടിക്കാം. വാചകത്തിന് ഒരു പ്രശ്നവുമില്ല. നമ്മുടെ ഹൃദയം സമ്മതിക്കില്ല, അള്ളാഹുവിലേക്ക് അടുക്കാൻ സമ്മതിക്കില്ല. കാരണം എന്താ? നമ്മൾ അള്ളാഹുവിനെ പേടിച്ചത് റൂട്ട് മാറി, ഡയറക്ഷൻ മാറി. പേടിയാണ്, പക്ഷേ അള്ളാഹുവിലേക്ക് അടുക്കാൻ വേണ്ടിയിട്ടുള്ള പേടിയല്ല, അള്ളാഹുവിൽ നിന്ന് ഓടാൻ വേണ്ടിയിട്ടുള്ള പേടിയാണ്. അള്ളാഹുവിനെ പേടിക്കേണ്ടത് അള്ളാഹ് എന്നെ കൈവിടുമോ എന്ന പേടിയാണ്. അള്ളാഹ്ക്ക് എന്നോട് സ്നേഹം കുറയോ എന്ന്. ഒരു മാതാവിന് എന്നോടുള്ള സ്നേഹം കുറയുമോ എന്നൊരു കുട്ടിക്ക് തോന്നിയാൽ ആ കുട്ടി എന്ത് ചെയ്യും? എൻ്റെ ഉമ്മാക്ക് എന്നോടുള്ള സ്നേഹം കുറയോ, എൻ്റെ ഉമ്മ എന്നെ കൈവിടുമോ എന്ന് തോന്നിയാൽ ഉമ്മയുടെ അടുത്തേക്ക് വീണ്ടും വീണ്ടും അടുക്കല്ലേ ചെയ്യാം, അല്ലേ? അതുപോലെയാണ് അള്ളാഹുവിനെ പേടിക്കേണ്ടത്. അള്ളാഹുവിനെ പേടിച്ചിട്ട് അള്ളാഹുവിലേക്ക് എന്ത് ചെയ്യണം? അള്ളാഹുവിലേക്ക് അടുക്കാൻ പറ്റണം. അത് ഇൻഷാ അല്ലാഹ് ഇതിന് ശേഷമുള്ള വിഷയത്തിൽ പറയും. ഇവിടെ നമ്മൾ പറയാൻ പോകുന്നത് അള്ളാഹുവിനെ കുറിച്ചുള്ളൊരു ഭയത്തെക്കുറിച്ചാണ്. ആ ഭയത്തിൻ്റെ പ്രത്യേകത അള്ളാഹുവിൽ നിന്ന് ഓടാനുള്ള ഭയമല്ല, അള്ളാഹുവിനെ മനസ്സിലാക്കിയിട്ടുള്ളൊരു ഭയമാണ്. അള്ളാഹുവിനെ നമ്മൾ അറിഞ്ഞിട്ടില്ല എന്നുള്ളതിന് നമ്മൾ തന്നെ സാക്ഷിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ മിമ്പറിന്മേൽ കയറി നിന്നിട്ട് പറയുകയാണ്. എന്ത് അറിയോ? വമാ ഖദറുല്ലാഹ ഹഖ്ക ഖദ്രിഹി. പരിശുദ്ധ ഖുർആനിലെ ഒരു ആയത്താണ്. വമാ ഖദറുല്ലാഹ ഹഖ്ക ഖദ്രിഹി. അള്ളാഹുവിനെ കണക്കാക്കേണ്ടുന്ന വിധം അവര് കണക്കാക്കിയിട്ടില്ല. വൽ അർദു ജമീഅൻ വസ്സമാവാതു മത്വിയാതും ബിയമീനിഹി. ആകാശവും ഭൂമിയും അവൻ്റെ കൈകളിൽ അന്ന് മത്വിയാത്തുൻ ചുരുട്ടിപ്പിടിച്ചതായിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറയുകയാണ്. മിമ്പറിന്മേൽ കയറി നിന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനെ കണക്കാക്കേണ്ട വിധത്തിൽ, അള്ളാഹുവിനെ അറിയേണ്ട വിധത്തിൽ, പേടിക്കേണ്ട വിധത്തിൽ മനുഷ്യന്മാർ, ജനങ്ങൾ ആരും അറിഞ്ഞിട്ടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറയുന്നു. അങ്ങനെ പറഞ്ഞ് ഈ ഹദീസ് ഉദ്ധരിക്കുന്ന സഹാബി പറയുകയാണ് എന്ത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ് എന്ത്? അല്ലാഹു തആല അല്ലാഹുവിനെ ഇങ്ങനെ പുകഴ്ത്തിക്കൊണ്ടിരിക്കും. യുമജ്ജിദു റബ്ബു ജല്ല വഅലാ നഫ്സഹു. അല്ലാഹു തആല അല്ലാഹുവിനെ തന്നെ പ്രകീർത്തിച്ച് പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്നു. എന്നിട്ടോ അനൽ ജബ്ബാർ, ഞാനാകുന്നു ഈ ലോകത്തിൻ്റെ മുഴുവൻ സാമ്രാജ്യപതി, എല്ലാ സാമ്രാജ്യത്തിൻ്റെയും അധിപതി ഞാനാകുന്നു. അനൽ ജബ്ബാർ വ അനൽ മുതകബ്ബിർ, ഞാനാകുന്നു ഏറ്റവും വലിയവൻ എന്ന് അല്ലാഹു തആല വിളിച്ചു പറയും. വ അനൽ മലിക്, ഞാനാകുന്നു രാജാവ്, ഈ ലോകത്തെ രാജാവ്, ഈ സർവ്വലോകങ്ങളുടെയും രാജാവ്, അത് ഞാനാകുന്നു. അനൽ അസീസ്, ഞാനാകുന്നു പ്രതാപവാൻ, പ്രതാപം മുഴുവനും എൻ്റെ കയ്യിൽ നിന്നാണ് എന്ന് അല്ലാഹു തആല പറയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അനൽ കരീം, ഞാനാകുന്നു ഔദാര്യവാൻ എന്ന് അല്ലാഹു പറയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിൽ കയറി നിന്ന് പറഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? ഫറജഫ ബിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മിമ്പർ കുലുങ്ങാൻ തുടങ്ങി പേടിച്ചിട്ട്. മിമ്പർ ജീവനുണ്ടോ?
ജീവനില്ലാത്ത അചേതനമായ ആ വസ്തു കുലുങ്ങാൻ തുടങ്ങി അള്ളാഹുവിനെ പേടിച്ചിട്ട്. മിമ്പർ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നിന്ന മിമ്പർ കുലുങ്ങാൻ തുടങ്ങി. എന്നിട്ട് സ്വഹാബി പറയുന്നു ഹത്താ കുൽന, ഞങ്ങൾ പറയുമാറ് ലയഖിറന്ന ബിഹി, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയെ തട്ടി നിലത്തേക്കിടും. അത്ര രൂപത്തിൽ, ശക്തമായ രൂപത്തിൽ മിമ്പർ കുലുങ്ങാൻ തുടങ്ങി. എന്തേ കാരണം? വമാ ഖദറുല്ലാഹ ഹഖ്ക ഖദ്രിഹി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ ആ മിമ്പർ പോലും എന്ത് സംഭവിച്ചു? അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാക്കിയിട്ട് അത് പേടിക്കാൻ തുടങ്ങി. അപ്പോൾ അള്ളാഹുവിനെ നാം അറിഞ്ഞിട്ടായിരിക്കാം പേടിക്കേണ്ടത്. അള്ളാഹുവിനെ അറിയാതെ നാം പേടിക്കുന്നു. അറിയാതെ പേടിക്കരുത്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, അള്ളാഹു ശിക്ഷിക്കുമെന്നാണ് പേടി എന്ന് പറഞ്ഞില്ലേ. അള്ളാഹുവിനെ നമ്മൾ ഒരുപാട് നാമങ്ങളില്ലേ, ഒരുപാട് നാമങ്ങൾ 99 ഉണ്ട്, അതല്ലാതെ ഉണ്ട്, ഒരുപാട് നാമങ്ങളുണ്ട്. ആ നാമങ്ങളിൽ ഏത് നാമമാണ് ശിക്ഷിക്കുന്നവൻ എന്നുള്ളത്? ശിക്ഷിക്കുന്നവൻ എന്നുള്ളത് ഇല്ല. അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിൻ്റെ ഇസ്മുകളിലൂടെയാണ്, അല്ലേ? എൻ്റെ പേരല്ല എന്നെ കാണിക്കുന്നത്. എൻ്റെ പേര് അബ്ദുൽ ഗഫൂർ എന്നാണെങ്കിൽ ഞാൻ അങ്ങനെ ആയിരിക്കണമെന്നില്ല. ഇവിടെ പല ആളുകൾക്കും പല പേരുണ്ട്. ആ പേരുകൾ അവരെ ഡിസ്ക്രൈബ് ചെയ്യൂല. നമ്മുടെ പേരുകൾ നമ്മെ ഡിസ്ക്രൈബ് ചെയ്യില്ല. പക്ഷേ അള്ളാഹുവിൻ്റെ പേരിൻ്റെ പ്രത്യേകത അള്ളാഹുവിനെ വിശദീകരിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഇതുവരെ അള്ളാഹുവിനെ പേടിച്ചത് അള്ളാഹ് പിടിച്ച് നരകത്തിലിട്ട് പൊരിക്കും എന്നൊക്കെയാണ്. അങ്ങനെയാണെങ്കിൽ അള്ളാഹു തആലയുടെ പേരുകളിൽ ഒരു പേര് വേണം. എന്ത്? ശിക്ഷിക്കുന്നവൻ. അങ്ങനെ പേരില്ല. എന്നാൽ സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും മഹത്വത്തിൻ്റെയും പേരുകളാണ് യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ നാമങ്ങളിലുള്ളത്. മഹത്വത്തിലൂടെയാണ് നമ്മൾ അള്ളാഹുവിനെ പേടിക്കേണ്ടത്. അള്ളാഹുവിൻ്റെ മഹത്വം അറിഞ്ഞിട്ടാണ് നമ്മൾ അള്ളാഹുവിനെ പേടിക്കേണ്ടത്. അതിന് പറയുന്നതാണ് ആദ്യത്തെ സ്റ്റേജ് ഖൗഫ്. ആദ്യത്തെ സ്റ്റേജാണ് ഖൗഫ്, അള്ളാഹുവിനെ പേടിക്കുക, സാധാരണയുള്ള പേടി. അത് അറിഞ്ഞ് കുറച്ചും കൂടി മനസ്സിലാക്കുമ്പോൾ വരുന്ന രണ്ടാമത്തെ സ്റ്റേജാണ് ഖശിയത്ത്. ഖശിയത്ത് എന്നുള്ളത് അള്ളാഹുവിനെ കൂടുതൽ അറിയും തോറും നമുക്ക് പേടി വരും. അതെന്തേ കാരണം? അള്ളാഹുവിൻ്റെ മഹത്വം അറിഞ്ഞിട്ട്. ആ മഹത്വം ഇൻഷാ അല്ലാഹ് നമ്മൾ അതിൻ്റെ ഒരു ചെറിയ ഒരു അംശം നമ്മളിവിടെ കാണിക്കും. അപ്പം നമുക്ക് മനസ്സിലാവും അള്ളാഹുവിൻ്റെ മഹത്വം എത്രയുണ്ട് എന്ന്. ആ മഹത്വം അറിഞ്ഞ് മനസ്സിലാക്കിയിട്ട് എത്തുന്ന അടുത്ത സ്റ്റേജാണ് ഹൈബത്ത്. ആ ഹൈബത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹ് എന്ന വാക്ക് കേൾക്കുമ്പോഴേക്കും നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പൊട്ടിങ്ങോട്ട് വരും. എന്ത്? ഹൈബത്ത് എന്ന വികാരം. ആ ഹൈബത്തുള്ള മനുഷ്യൻ നമസ്കരിക്കാൻ നിന്നാൽ അവന് വേറൊരു കാര്യം ശ്രദ്ധിക്കാൻ കഴിയില്ല, ഉറപ്പായിട്ടും. ആ വികാരം നമുക്കില്ല. ആ വികാരമില്ലാത്തതിൻ്റെ കാര്യം നമ്മൾ അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാക്കിയിട്ടില്ല, പഠിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇൻഷാ അല്ലാഹ് ഹൈബത്തിനെ കുറിച്ച് പരിപൂർണമായിട്ടും നാളെ വിശദീകരിക്കുന്നതാണ്. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.